بسم الله الرحمن الرحيم الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فأما من طغى وآثر الحياة الدنيا فإن الجحيم هي المأوى وأما من خاف مقام ربه ونهى النفس عن الهوى فإن الجنة هي المأوى صدق الله العلي العظيم صدق وصدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين يا سيد السادات جئتك قاصدا أرجو رضاك واحتمي بهماك والله يا خير الخلائق إن لي قلبا مشوقا لا يروم سواك أنت الذي لما توسل آدم من زلة بك فاز وهو أباك يا سيد الثقلين يا كنز الورى جد لي بجودك وارضني برضاك അതിലേറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇൽമു കൂടുതൽ ശേഖരിക്കുന്നതോടൊപ്പം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി അതിനെ മാറ്റിയെടുക്കും. അള്ളാഹു അതിന് നമ്മെ സഹായിക്കുമാറാകട്ടെ. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കാവൽ ചോദിച്ച ഒരു തരം ഇൽമുണ്ട്. വഅഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ. ഉപകാരപ്രദമല്ലാത്ത അറിവിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു അല്ലാഹ്. കുറെ പഠിച്ചു വെച്ചിട്ടുണ്ട്, പറയാനും പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കാര്യമായിട്ടൊരു കാര്യമില്ല. പറയുന്നതും പഠിക്കുന്നതും ജീവിതത്തിൽ പകർത്തുന്നതാണെങ്കിൽ അതിന് കൂടുതൽ സ്വീകാര്യത ഉണ്ട്. അള്ളാഹുവിന്റെ അടുക്കലുള്ള സ്വീകാര്യത മാത്രമല്ല, ജനങ്ങളുടെ മനസ്സിലും അവരുടെ പ്രവർത്തനത്തിലും അതിൽ വലിയ സ്വീകാര്യത വരും. അതുകൊണ്ടാണ് എപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥനകളിൽ ഒന്നാണ് അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ വസിദ്നാ ഇൽമാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ ഉപകാരപ്രദമായത് പഠിപ്പിക്കണം. നീ പഠിപ്പിച്ചു തന്ന അറിവ് കൊണ്ട് ഞങ്ങൾക്ക് നീ ഉപകാരം ചെയ്യണം. ഞങ്ങൾക്ക് നീ അറിവ് വർദ്ധിപ്പിക്കണം. ഈ മൂന്ന് വിഷയങ്ങൾ വെച്ചുകൊണ്ട് തങ്ങൾ ദുആ ചെയ്തു. അറിവ് വളരെ കൂടുതലായി ഇബ്ലീസിനും ഉണ്ട്, പക്ഷേ അത് ഉപകാരപ്രദമായ അറിവായില്ല. എന്തുകൊണ്ടാ ഉപകാരപ്രദമാകാതിരുന്നത്? അനുസരണത്തിന്റെ കുറവുണ്ട്.
മലക്കുകളുടെ ഉസ്താദല്ലേ. മലക്കുകളുടെ ഉസ്താദാകാൻ ഒരാൾക്ക് കഴിയാന്ന് പറഞ്ഞ ചെറിയ കഴിവാ. കാന മിനൽ ജിന്നി ഫഫസഖ അൻ അംരി റബ്ബിഹി. ജിന്നുകളിൽപ്പെട്ട ആളായിരുന്നു ഇബ്ലീസ്. ഫഫസഖ അൻ അംരി റബ്ബിഹി. റബ്ബിന്റെ കൽപ്പനയിൽ നിന്ന് അവൻ പുറത്തുപോയി, അത് ധിക്കരിച്ചു. ഒരൊറ്റ കൽപ്പന ഒഴിവാക്കിയത് കൊണ്ട് ഇതുവരെ പഠിപ്പിച്ചു കൊടുത്ത ഇൽമൊക്കെ ബാത്തിലായി പോയി. അപ്പൊ എല്ലാ ദിവസത്തെ അറിവും നമ്മൾ ഒഴിവാക്കണമെന്നില്ല. നമ്മൾ പഠിച്ചു വെച്ച ഒരു അറിവ് പ്രകാശിപ്പിക്കാനും പ്രചരിപ്പിക്കാനും ഉപകരിപ്പിക്കാനൊക്കെ അല്ലാഹു തആല അവസരം തന്നിട്ടും നമ്മൾ അതിന് തുനിയാതിരിക്കുമ്പോ നമ്മുടെ ഇൽമിന് സ്വീകാര്യത കുറയും. അല്ലാഹുവിന്റെ അടുക്കൽ പഠിച്ച ഇൽമ് കൂടുതൽ പ്രാവർത്തികമാക്കാനുള്ള ശ്രമം വേണം. അതിന് നമ്മുടെ ശരീരത്തെ പാകപ്പെടുത്തും. ഉദാഹരണമായിട്ട് ഇത് പള്ളിയല്ലേ? ആ, പുതിയ പള്ളിയാ. ഈ പള്ളിയിൽ ജമാഅത്തിന് കൊടുത്തു, കുറച്ചുകൂടി കഴിഞ്ഞ് ഇഖാമത്ത് കൊടുത്തു. ഹൗലുംകരയിൽ ഒരുപാട് ആളുകളുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. ഒരൊറ്റ ആളും ഉളൂവിന് ശേഷം ദ്വാരക്കുന്ന കുറവായിരിക്കും. ഏതെങ്കിലും ഒരാൾ ദ്വാരക്കാൻ നിന്നാ ജമാഅത്ത് തുടങ്ങിയെന്ന് പറയും ഈ പോകുന്ന ആള് മറ്റാളോട്. ഇപ്പൊ ദ്വാരക്കാൻ നിൽക്കുക അവിടെ ജമാഅത്ത് തുടങ്ങിയിട്ടുണ്ട്. എന്നാ ഒരു സമയത്ത് ആ ദുആ ചുരുക്കൽ സുന്നത്തുണ്ട്. ആ ജമാഅത്തല്ലാതെ വേറെ ഒരു ജമാഅത്തും അയാൾക്ക് കിട്ടൂല. എന്നാൽ ആ സുന്നത്ത് മാത്രല്ല, ഉളൂവിന്റെ സുന്നത്തുകളൊക്കെ ചുരുക്കിയിട്ട് ഫർളിൽ മാത്രം ഒതുങ്ങിയിട്ട് ഉളു കൊടുക്കൽ, അങ്ങനെ ചുരുക്കൽ സുന്നത്തുണ്ട്, നിർബന്ധമല്ല. സുന്നത്ത് ഇതൊന്നാറക്കാത്ത് ചെയ്യണ്ടേ, രണ്ടാറക്കാത്ത് ചെയ്യണ്ടേ, മൂന്നാറക്കാത്ത് ചെയ്യണ്ടേ? എന്തിനീ ദുആ ഒഴിവാക്കണം? എത്ര വലിയ മഹത്വമുള്ള ദുആയാണിത്. സ്വാലിഹീങ്ങൾ ആരും ഉപേക്ഷിക്കാത്തൊരു ദുആയാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ മുതത്വഹിരീന വജഅൽനി മിൻ ഇബാദികസ് സ്വാലിഹീൻ. രണ്ട് ഷഹാദത്തും പ്രഖ്യാപിച്ച ശേഷമാണ് ദുആ ചെയ്യുന്നത്. ആ ദുആഇന് കൂടുതൽ ഫലമുണ്ട്. ഫതുഹുൽ മുഈനിൽ കണ്ടില്ലേ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ചർച്ച ചെയ്യുന്നത്? വാങ്ക് കൊടുത്ത് തീർന്നപ്പോഴാണ് ഒരാളെ ഉളൂവും തീർന്നത് എങ്കിൽ രണ്ട് ദുആവും ഒരുമിച്ച് കൂടുന്ന നേരമാണല്ലോ, എന്ത് ചെയ്യണം? രണ്ട് ദുആവും ഒരുമിച്ച് വരുന്നുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കഴിഞ്ഞിട്ട് ഒരു ദുആ വരുന്നുണ്ട്. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി തമ്മ. ആർക്ക് വേണ്ടിയാണ് ആ ദുആ നടത്തുന്നത്? ലോകൈക ഗുരു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം ഉയർത്താനും അവിടുത്തെ ശഫാഅത്ത് ലഭിക്കാനും വേണ്ടി ഒരു മുസ്ലിമായ മനുഷ്യൻ ചെയ്യുന്ന പ്രാർത്ഥന. ആ പ്രാർത്ഥനയും ഉത്തരമുള്ള പ്രാർത്ഥനയാണ്. വാങ്ക് വിളിക്ക് ശേഷം ആരെങ്കിലും അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി തമ്മ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദനിൽ വസീലത വൽ ഫളീല വദ്ദറജത്തർ റഫീഅ വബഅസ്ഹു മഖാമൻ മഹ്മൂദൻ അല്ലദീ വഅത്ത എന്ന ദുആ ആരെങ്കിലും നടത്തിയാൽ ഹല്ലത്ത് ലഹു ശഫാഅത്തി, എന്റെ ശഫാഅത്ത് അവന് ഉറപ്പായി പോയി എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വളരെ അർത്ഥവത്തായ ദുആയാണത്. വാങ്കിന് ശേഷമല്ലേ ആ ദുആ ദ്വാർക്കുന്നത്. പുണ്യകർമ്മങ്ങൾ നിർവഹിച്ച ശേഷമുള്ള ഏത് പ്രാർത്ഥനക്കും വലിയ ഫലമുണ്ട്. പുണ്യകർമ്മങ്ങൾ നിർവഹിച്ച ശേഷം എന്തൊരാൾ ദ്വാർക്കുന്നു അതിന് ഫലമുണ്ട്. സ്വതക്ക കൊടുത്ത ശേഷമുള്ള ദുആ, ഭക്ഷണം കഴിച്ച ശേഷമുള്ള ദുആ, മൗലിദ് ചൊല്ലിയ ശേഷമുള്ള ദുആ, സിയാറത്ത് നടത്തിയ ശേഷമുള്ള ദുആ, രോഗിയെ സന്ദർശിച്ച ശേഷമുള്ള ദുആ, കുടുംബക്കാരനെ കാണാൻ പോയിട്ട് അവിടുന്ന് വരുമ്പോഴുള്ള ദുആ, മഖ്ബറയിൽ പൊതു ഖബർസ്ഥാനിൽ പ്രവേശിച്ച് സലാം പറഞ്ഞ ശേഷമുള്ള ദുആ തുടങ്ങി പുണ്യകർമ്മം നിർവഹിച്ച ശേഷമുള്ള ഏതെല്ലാം ദുആകളുണ്ടോ ആ ദുആഇന് മുഴുവനും ഉത്തരമുണ്ട്.
യാത്രക്കാരൻ യാത്ര പ്രവേശിക്കുന്നതിന് മുമ്പൊരു ദുആ, യാത്ര ചെന്ന് അവസാനിക്കുന്നിടത്തൊരു പ്രാർത്ഥന. സുബ്ഹാനല്ലാഹ്, യാത്ര കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പൊരു ദുആ. ഇതെല്ലാം സുഹൃതങ്ങളാണ്, ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനകളാണ്. അതിൽ വാങ്ക് വിളിക്ക് ശേഷം ഒരാൾ ദുആർക്കാൻ ഒരുങ്ങുമ്പോ അപ്പോഴാണ് അയാളെ ഉളൂം അവസാനിച്ചതെങ്കിൽ എങ്ങനെ ചെയ്യണം? ഇമാം ബക്കരി റഹ്മത്തുള്ളാഹിയുടെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ട് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞു, രണ്ട് ദുആവും ഒരുമിച്ച് വന്നതല്ലേ? ഒന്ന് സ്വന്തത്തിനുള്ള ദുആയാണ്, മറ്റൊന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള ദുആയാണ്. അതുകൊണ്ട് ആദ്യം രണ്ട് ഷഹാദത്ത് ചൊല്ലുക. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. എന്നിട്ട് പിന്നെ ചൊല്ലേണ്ട اللهم رب هذه الدعوة التامة والصلاة القائمة آت محمدا الوسيلة والفضيلة والدرجة الرفيعة العالية وابعثه مقاما محمودا الذي وعدته وارزقنا شفاعته إنك لا تخلف الميعاد. ആ ദുആ കഴിഞ്ഞ ശേഷം പിന്നെ സ്വന്തത്തിനുള്ള ദുആയുണ്ട്. اللهم اجعلني من التوابين واجعلني من المتطهرين واجعلني من عبادك الصالحين. ആ ദുആ ഒഴിവാക്കരുത്. ഞാനതിന്റെ മഹത്വം മാത്രം പറഞ്ഞാൽ പിന്നെ അത് മാത്രാകുന്നത്. ആ ദുആന്റെ തുടക്കത്തിൽ നമ്മൾ രണ്ട് കാര്യങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കുന്നു. അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ മുതതഹിരീൻ. അല്ലാഹു തആലക്ക് ഏറ്റവും ഇഷ്ടമുള്ള വിഭാഗമെന്ന് അല്ലാഹു ഖുർആനിൽ പഠിപ്പിച്ച രണ്ട് വിഭാഗമാണ്. ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വയുഹിബ്ബുൽ മുതതഹിരീൻ. അല്ലാഹു തആല രണ്ട് ഒരുമിച്ചല്ല പറഞ്ഞത്. യുഹിബ്ബുത് തവ്വാബീന വൽ മുതതഹിരീന എന്ന് പറയാതെ യുഹിബ്ബുത് തവ്വാബീന വയുഹിബ്ബുൽ മുതതഹിരീന ആവർത്തിച്ച് യുഹിബ്ബു എന്ന് പറഞ്ഞില്ലേ? അതാ മഹബ്ബത്ത് നമുക്ക് ബോധ്യപ്പെടുത്തി തരാനാണ്. പറയുകയാണെങ്കിൽ ഇപ്പൊ ചുരുക്കി പറയുകയാണെങ്കിൽ യുഹിബ്ബുത് തവ്വാബീന വൽ മുതതഹിരീന എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ആശയത്തിൽ കേടൊന്നുമില്ല. പക്ഷെ രണ്ടു വട്ടം യുഹിബ്ബു യുഹിബ്ബു എന്ന് ആവർത്തിച്ചു പറഞ്ഞു. യുഹിബ്ബുത് തവ്വാബീൻ, തവ്വാബീങ്ങളെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. പാപങ്ങളിൽ നിന്ന് മോചിതരായ ആളുകളല്ലേ തവ്വാബീങ്ങൾ. അതിനാ നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കുന്നത്, ദൈനംദിനം കുറ്റം ചെയ്യുന്നവനാണ് റബ്ബേ ഞാൻ. അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീൻ. അകം എനിക്ക് നീ ശുദ്ധിയാക്കി തരണം. അകം മാത്രം ശുദ്ധിയായാൽ പോരാ. അല്ലാഹ് വജഅൽനി മിനൽ മുതതഹിരീൻ. എന്റെ ബാഹ്യഭാഗത്തുള്ള അവയവങ്ങൾക്ക് ശുദ്ധി വേണം. എന്റെ കണ്ണിനും എന്റെ നാവിനും എന്റെ മൂക്കിനും എന്റെ അവയവങ്ങൾക്കും എല്ലാം ത്വഹാറത്ത് വേണം. അകവും പുറവും ശുദ്ധിയായ രണ്ട് കൂട്ടരെയും അല്ലാഹു തആലക്ക് ഇഷ്ടമാണ്. ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന. അല്ലാഹ് ഇഷ്ടപ്പെടുന്നവരിൽ നമ്മൾ പെട്ടുകിട്ടാനാണ് നമ്മൾ ദുആർക്കുന്നത്. ദുആർക്കുമ്പോ സഹോദരങ്ങളെ, വെള്ളം ശരീരത്തിൽ നിന്ന് ഉറ്റി ഉറ്റി വീഴുന്നുണ്ട്. അപ്പോഴാണ് ഈ ചോദ്യം, അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന. റബ്ബേ, എന്റെ ശരീരത്തിൽ നിന്ന് ഉറ്റി വീഴുന്ന വെള്ളങ്ങളുണ്ടല്ലോ, അതേ ഈ വെള്ളത്തുള്ളികൾ മുഴുവനും പാപമോചനത്തിനുള്ളതാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചല്ലോ. എത്ര നനവ് ശരീരത്തിൽ ബാക്കി നിൽക്കുന്നുണ്ടോ അത്രയും സമയം ഇസ്തിഗ്ഫാറുണ്ട്. അതുകൊണ്ടാണ് തോർത്തുന്നത് കറാഹത്ത് എന്ന് പറഞ്ഞത്, കുടയുന്നത് കറാഹത്ത് എന്ന് പറഞ്ഞത്. അത് ഈ നന്മയിൽ നിന്നുള്ളൊരു പിന്തിരിപ്പാണ്. ഈ നന്മ നിലനിന്ന് കിട്ടിയാൽ ഒരുപാട് ഭാഗ്യമുണ്ട്. ഉമ്മമാരെ, സഹോദരിമാരെ, സഹോദരങ്ങളെ, ഈ പ്രാർത്ഥന നിർവഹിക്കുന്ന ഒരു മനുഷ്യൻ രണ്ട് രംഗത്തും അവൻ വിജയിച്ചാൽ പിന്നെ അവൻ ചേരാനിരിക്കുന്ന ഒരു പട്ടിക ഏതാണ്? വജഅൽനി മിൻ ഇബാദിക സ്വാലിഹീൻ. തവ്വാബീങ്ങളിൽ നീ എന്നെ പെടുത്തിയാൽ, മുതതഹിരീങ്ങളിൽ നീ എന്നെ പെടുത്തിയാൽ, അകവും പുറവും ശുദ്ധിയുള്ളവർ അവരല്ലേ സ്വാലിഹീങ്ങള്. ആ സ്വാലിഹീങ്ങളെ കൂട്ടത്തിലും എന്നെ നീ പെടുത്തണേ അല്ലാഹ്. സ്വാലിഹീങ്ങളിൽ പെട്ട് ജീവിക്കുന്ന ആളാണോ മരിക്കുമ്പോൾ അയാൾക്ക് ഈമാൻ ഉറപ്പാണ്. മരിച്ചതിന് ശേഷമുള്ള ജീവിതം സന്തോഷമാണ്. ആഖിറത്തിലും അയാൾക്ക് സന്തോഷമാണ്.
എത്ര ആളുകൾക്ക് ഈ പ്രാർത്ഥന അറിയും? പക്ഷേ അറിയാത്തവർക്കും അറിയാൻ വേണ്ടി എഴുതി വെച്ച പേപ്പറുകൾ അടക്കം ഉണ്ടായിട്ട് ഞാൻ പറഞ്ഞു വന്ന വിഷയം മറക്കരുത്. ഇൽമനുസരിച്ച് പ്രവർത്തിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് ഏറ്റിത്തരട്ടെ. ജമാഅത്ത് വേറെ ഒന്ന് പ്രതീക്ഷയില്ലാത്ത രൂപത്തിലാണോ എന്നാ പിന്നെ അത്തഹിയ്യാത്തിലാണ് ഇമാമുള്ളത്, വേറെ ജമാഅത്ത് കിട്ടൂല. എന്നാ നിങ്ങളൊരു കാര്യം ചെയ്തോളൂ, എന്നാ പ്രാർത്ഥന ചുരുക്കിയിട്ട് വേഗം അങ്ങ് നിസ്കാരത്തിന് ജമാഅത്തിന് പങ്കെടുത്തോളൂ. അതല്ല ജമാഅത്തിന് ഹൗലുങ്കരയിൽ ഇനിയും ഒരുപാട് ആളുകൾ പിന്നാലെ അങ്ങനെ വരുന്നുണ്ട്. ഈ പ്രാർത്ഥനയൊക്കെ നിർവഹിച്ച ശേഷം ഉള്ളിലേക്ക് കയറിയാൽ മതി, ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ പ്രാർത്ഥന നിർവഹിക്കാതെ നിർബന്ധത്തിൽ മാത്രം ചുരുക്കൽ നിർബന്ധമായ സന്ദർഭമുണ്ട്. സുന്നത്ത് ഒന്നും എടുക്കാൻ പറ്റാത്ത സമയമുണ്ട്. അത് നിസ്കാരത്തിന് തന്നെ സമയം കുറവാണ്. അപ്പൊ പിന്നെ ഉളൂവിന്റെ സുന്നത്തൊന്നും എടുക്കാൻ നേരമില്ല. ഉളൂവിന്റെ സുന്നത്ത് എടുക്കരുത്, ഉളൂവിന്റെ സുന്നത്ത് എടുക്കരുത് എന്ന് മഹാന്മാര് പറഞ്ഞപ്പോ നിർബന്ധമായി പറഞ്ഞ രൂപം രണ്ടെണ്ണമില്ലേ? വെള്ളം കുറവായതുകൊണ്ട് സുന്നത്തെടുക്കാനുള്ള വെള്ളമില്ല, എന്നാ ഫർളിൽ മാത്രം ചുരുക്കൽ നിർബന്ധമാണ്. അല്ലെങ്കിലോ സുന്നത്ത് നിർവഹിക്കാനുള്ള സമയമില്ല, നിസ്കാരത്തിന് കുറഞ്ഞ സമയമേ ഉള്ളൂ. ഈ സുന്നത്തുകൾ മൊത്തം എടുത്ത് നിർവഹിച്ചു പോകുമ്പോ അസ്റുവാൻ കൊടുത്തു പോകും. അപ്പൊ അതായിട്ട് തന്നെ കിട്ടൂല. ആ സമയത്ത് മുഖം കഴുകുക നീയത്ത് വെച്ച്, കയ്യും കഴുകുക, തലതടവുക, കാലും കഴുകുക, സുന്നത്തുകളൊന്നും ചെയ്യേണ്ട, ദിക്റും ദുആവും ഒന്നും വേണ്ട. പെട്ടെന്ന് നിസ്കാരം ലഭിക്കണം. മനസ്സിലായോ? ഈ രണ്ട് സന്ദർഭങ്ങളിലും ചുരുക്കൽ നിർബന്ധമാണ്. സുന്നത്തുകൾ ചുരുക്കൽ നിർബന്ധമാണ്. അങ്ങനെയുള്ള സന്ദർഭമല്ല ഞാൻ നേരത്തെ പറഞ്ഞത്. വാങ്ക് കൊടുത്ത് ഇഖാമത്ത് കൊടുത്ത് ജമാഅത്തൊക്കെ ഇഷ്ടം പോലെ കിട്ടും. അല്ലെങ്കിൽ ജമാഅത്ത് ഇമാമ് കൈയ്യെട്ടിയിട്ടേ ഉള്ളൂ. അപ്പൊ ദ്വാരക്കാതെ പോണോ? ദ്വാരന്നിട്ട് പോയാൽ മതി. ഇതിനെ തിരക്കൂട്ടേണ്ട ആവശ്യമല്ല. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജമാഅത്തല്ലേ ലോകത്തെ ഏറ്റവും വലിയ ജമാഅത്ത്? അതിലപ്പുറമുള്ള ജമാഅത്ത് ഉണ്ടോ? അല്ലല്ല. ഏറ്റവും വലിയ ജമാഅത്ത് നിസ്കാരം തങ്ങൾ നേതൃത്വം കൊടുക്കുന്ന ജമാഅത്തല്ലേ. ആ ജമാഅത്ത് നിസ്കാരത്തിൽ സംബന്ധിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ഒരു സ്വഹാബി വന്ന് പള്ളിയുടെ മുമ്പിലെത്തിയപ്പോ, പള്ളി കയറിയിട്ടില്ല, മുന്നിലെത്തിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തക്ബീർ കെട്ടിയിട്ടാ കാണുന്നത്. അപ്പൊ അവിടെ നിന്നിട്ട് അങ്ങോട്ട് കെട്ടി, അല്ലാഹു അക്ബർ കെട്ടി. പള്ളിയിൽ വിട്ട സ്ഥലമല്ല, പുറത്താ, പള്ളിന്റെ പുറത്താണ്. എന്തിനങ്ങനെ കെട്ടിയത്? ഞാൻ ഉള്ളിലേക്ക് പോകുമ്പോഴേക്ക് റുക്കൂയിൽ പോകും. അപ്പൊ ഈ റക്കാത്ത് എനിക്ക് നഷ്ടപ്പെടുമോ എന്നുള്ള വല്ലാത്തൊരു ആഗ്രഹമല്ലേ. ഒറ്റ റക്കാത്തും എനിക്ക് പോകരുത്, ഈ ഒന്നാം റക്കാത്തിൽ തന്നെ ജമാഅത്തിൽ കിട്ടണം എന്ന ആഗ്രഹം കൊണ്ട് മുറ്റത്ത് വെച്ച് തക്ബീർ അങ്ങ്. നിസ്കാരം കഴിഞ്ഞ് സലാം കിട്ടിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണ് ആ മുറ്റത്ത്? മുറ്റത്തിരിക്കുന്ന ആരാ? എല്ലാവരും പള്ളിയുടെ ഉള്ളിലാണ്, ഒരാൾ മുറ്റത്തുണ്ട്. അതാരാന്ന് വെച്ചു. അപ്പൊ അടുത്തേക്ക് വിളിച്ചു, എന്താ നിങ്ങൾ അവിടുന്ന് തക്ബീർ ഇട്ടത്? നബി, ഞാൻ ഇവിടെ എത്തിയപ്പോ തങ്ങൾ റുക്കൂ പോകുമോ എന്ന് പേടിച്ചിട്ട് ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് എനിക്ക് ആ റക്കാത്ത് കിട്ടാൻ വേണ്ടി. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ അതൈതുമുസ് സ്വലാഹ്, നിങ്ങൾ നിസ്കാരത്തിന് വരികയാണെങ്കിൽ, വൗതുഹ, നിങ്ങൾ നിസ്കാരത്തിന് വരണം. എങ്ങനെ വരണം? ബിസ്സകീനതി വൽ വഖാർ, ധൃതി കൂട്ടണ്ട, ഓടി ഇടങ്ങേറാകണ്ട, ശാന്തതയോടെ സമാധാനത്തോടെ നിസ്കാരത്തിന് വരണം. നിസ്കാരത്തിന് വരുന്ന സമയമുണ്ടല്ലോ. എന്നിട്ട് ഇവിടെ എത്തിയിട്ട് ഫമാ അദറക്തും ഫസല്ലു വമാ ഫാതകും ഫാതിമു, ഇമാമിന്റെ കൂടെ കിട്ടുന്നത് കൂടെ നിസ്കരിക്കണം, കൂടെ കിട്ടാത്ത പിന്നീട് നിങ്ങൾ പൂർത്തിയാക്കണം. ധൃതി കൂട്ടിയിട്ട് അവിടുന്ന് തന്നെ എന്താക്കണ്ട, തക്ബീർ കെട്ടേണ്ട ആവശ്യമില്ല. ഓടിപ്പോകേണ്ടതുണ്ട്, അത് ജുമുഅക്കാണ്. ജുമുഅക്ക് ഓടിപ്പോകണം, കാരണം ജുമുഅക്ക് ജമാഅത്ത് ഷർത്താണ്. അത് നടന്നു പോയാൽ അല്പം കിട്ടിയില്ല എന്ന് വരും, അപ്പോൾ ഓടേണ്ടി വരും. അല്ലാത്ത നിസ്കാരങ്ങൾക്കൊക്കെ സാവകാശം വന്നാൽ മതി. അപ്പൊ ഉസ്താദ് റക്കാത്ത് പോയാലോ ബാക്കിയുള്ള റക്കാത്ത് കിട്ടൂലേ? കിട്ടുന്നത് ഇമാമിന്റെ കൂടെ നിസ്കരിക്കണം, കിട്ടാത്ത പിന്നെ നിങ്ങൾ പൂർത്തിയാക്കണം. നിങ്ങളെ ഹിർസ്, നിങ്ങളെ ഈ ആഗ്രഹം അല്ലാഹു തആല നിങ്ങൾക്ക് പ്രതിഫലമുള്ള സംഗതിയാക്കി തരട്ടെ. ഇനി ഏതായാലും ഇങ്ങനെ വന്ന് മുറ്റത്തേക്ക് വീറട്ടുണ്ടാന്ന് പറഞ്ഞു. അതല്ലേ ഏറ്റവും വലിയ ജമാഅത്ത്. അതിനുവരെ വളരെ സാവകാശം വന്ന് കാര്യങ്ങൾ ചെയ്യണമെന്നാ പഠിപ്പിച്ചത്.
പിന്നെ നമ്മളെന്തിനാ ഓടിപ്പോയിട്ട് ഈ ദിക്റും ദുആയൊന്നും ഇല്ലാതെ പെട്ടെന്ന് ഓടി ഇത് ദ്വാരക്കാൻ എല്ലാവർക്കും അറിയില്ലേ, ദ്വാക്ക് വലിയ മഹത്തുള്ള ദ്വാന്നറിയില്ലേ, പിന്നെന്താ ചെയ്യാത്ത? അത് ചെയ്യണ ഇൽമാകണം. ആ തരത്തിൽ അല്ലാഹു നമ്മളെ ഇൽമ സ്വീകരിക്കുമാറാകട്ടെ. അങ്ങനെ ആളുകൾ പറയും. ഞാനൊരു സ്ഥലത്തുനിന്ന് മഗ്‌രിബ് നിസ്കാരത്തിന് ഇമാമ തക്ബീർ കൈയ്യട്ടിട്ടേ ഉള്ളൂ. അപ്പൊ കഴിഞ്ഞ ദ്വാരന്ന് ഓതുണ്ടാക്കി പോവല്ലേ. അപ്പൊ ദ്വാരക്കാൻ വേണ്ടി ഇങ്ങനെ കൈ പൊന്തിച്ചപ്പോ മറ്റേ ആൾ എന്നോട് തോണ്ടിട്ട് പറഞ്ഞു അവിടെ ജമാഅത്തിന് കൈയ്യട്ടിട്ടുണ്ട്. എന്തായാലും അർത്ഥം എന്നറിയോ? ജമാഅത്തിന് കൈയ്യട്ടെ പിന്നെ ദ്വാരം നിൽക്കാ, വേഗം പോയി നിസ്കാരത്തിൽ കൂടണ്ടേ. ആളുകളുടെ അജ്ഞതയാണത്. നല്ലോണം ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് എന്തിനത് നഷ്ടപ്പെടുത്തണം? ഈ ദിക്റിന്റെ മഹത്വം കേൾക്കുന്ന ഒരാൾക്കും അത് നഷ്ടപ്പെടുത്താൻ തോന്നൂല. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വുളൂഇന്റെ ശേഷം ഒരാൾ ഈ ദിക്റ് ചൊല്ലിയാൽ തുബിഅ ബിത്വാബിൻ, ഒരു സീല് കൊണ്ടതിന് സീല് വെക്കപ്പെടും. സ്വീകരിച്ചു എന്നതിന്റെ അടയാളമാണ് സഹോദരങ്ങളെ സീല് വെക്കുക എന്ന് പറഞ്ഞത്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ ഓഫീസിലുള്ള സീല് പോലോത്തൊരു സീല് കൊണ്ട് ഇങ്ങനെ കാത്തിരിക്കുന്നു എന്നല്ല. ഇങ്ങനെ ഒരാൾ വുളൂഇന് ശേഷം ദിക്ർ ചൊല്ലിയാൽ, ദുആ ചൊല്ലിയാൽ ഒരു സീല് കൊണ്ടതിന് സീല് വെക്കപ്പെടും. ഫലം യുക്സർ, ആ സീല് പൊട്ടിക്കപ്പെടൂല. എന്താണ് സീല് പൊട്ടിക്കപ്പെടൂല എന്ന ആ വാക്കിന്റെ വിവക്ഷ? ലം യസുല്ലിലൈഹി ഇബ്താലുൻ, ബാത്തിലാക്കുന്ന ഒരു കർമ്മങ്ങളും ഈ ദിക്റിനെതിരെ, ഈ ദുആഇനെതിരെ വന്നു പോകൂല. ഇതിന്റെ ഫലം അങ്ങനെ തന്നെ നിൽക്കും. അത്രയും കട്ടിയും കനവുമുള്ള ദുആയാണ്. വേറെ ഏത് സംഗതികൾ ചെയ്താലും അതുകൊണ്ട് ഇത് ബാത്തിലായി പോകൂല. ഞാൻ വിശദീകരിച്ചതല്ല, പണ്ഡിതന്മാരെങ്ങനെയാണ്. ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു ഈ ഹദീസിനെ ഇങ്ങനെയാണ് വിവക്ഷിക്കുന്നത്. ഫലം യുക്സർ, അതിന്റെ സീല് പൊട്ടിക്കപ്പെടൂല. ഹത്താ യദ്ഖുലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിലെത്തുന്നത് വരെ. എന്തു മനസ്സിലായി? ഈ ദിക്ർ ചൊല്ലുന്ന ആളുകൾക്കൊരു സന്തോഷ വാർത്ത അതിലുണ്ടാ വാക്കിലുണ്ട്. സ്വർഗത്തിലെത്തണമെങ്കിൽ ആള് മൂമിനായിട്ട് മരിക്കണ്ടേ. ഈ ദിക്ർ ചൊല്ലി പതിവാക്കുന്ന ആൾക്ക് മുഅ്മിനായിട്ട് മരിക്കാൻ കഴിയും. അതാണ് ആ പറഞ്ഞതിന്റെ താല്പര്യം. സ്വർഗത്തിലെത്തിയിട്ടല്ലാതെ സീല് പൊട്ടിക്കപ്പെടൂല എന്ന് പറഞ്ഞാല് ആള് സ്വർഗത്തിലെത്തണമെങ്കിൽ മൂമിനായിട്ട് മരിക്കണ്ടേ. സഹോദരങ്ങളെ, ഈ ദിക്ർ ചൊല്ലുന്ന മനുഷ്യന് അല്ലാഹുമ്മ ജഅൽനി മിനത്ത് തവ്വാബീന വജഅൽനി മിനൽ മുതതഹിരീന വജഅൽനി മിൻ ഇബാദിക്കസ് സ്വാലിഹീൻ എന്ന ദിക്ർ ചൊല്ലുന്ന ഒരു മനുഷ്യന് മുഅ്മിനായി മരിക്കാം. അത് വലിയൊരു സന്തോഷ വാർത്തയാണ്. അങ്ങനെ പല സന്തോഷങ്ങളുമില്ലേ. ഒരാൾ അള്ളാഹുവിന് വേണ്ടി ഒരു പള്ളി നിർമ്മിച്ചാൽ സ്വർഗത്തിൽ അല്ലാഹു തആല ഓന് വേണ്ടി പള്ളി നിർമ്മിച്ചു കൊടുക്കും, ഭവനം നിർമ്മിച്ചു കൊടുക്കും. 1 എന്നും 10 എന്നൊക്കെ ഹദീസിലുണ്ട്. അതിന്റെ അർത്ഥം എന്താ? ആള് സ്വർഗത്ത് പോകാൻ കഴിയും. അല്ല, സ്വർഗത്തിൽ ഇങ്ങനെ മണിമാളി കണ്ട ആള് നരകത്തിലായിട്ട് കാര്യമുണ്ടോ? ആള് സ്വർഗത്തിലെത്തുന്നതാണ് ആ ഹദീസിന്റെ സന്തോഷ വാർത്ത. ഈമാനോടെ മരിക്കുന്നതാണ്. അതിന് പറ്റിയൊരു സുഹൃതമാണ് പള്ളി നിർമ്മിക്കുക എന്നുള്ള ചെറിയൊരു കാര്യമല്ല. അതേപോലെ സ്വർഗത്തിലെത്താതെ സീല് പൊട്ടിക്കപ്പെടൂല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം മുഅ്മിനായിട്ട് മരിക്കാനുള്ള തൗഫീഖ് ലഭിക്കും. അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. കിട്ടേണ്ട ദുനിയാവിൽ നിന്ന് അതല്ലേ കാര്യമായിട്ട് കിട്ടേണ്ട വലിയൊരു ഭാഗ്യം. അതിനല്ലേ നമ്മൾ നിരന്തരം ദ്വാർക്കുന്നത്. എല്ലാ അമ്പിയാക്കളും ദ്വാരുന്ന ദുആ അതിനു വേണ്ടിയാണ് അധ്വാനിക്കുന്നത്. മുഅ്മിനായിട്ട് മരിക്കാൻ വേണ്ടി. മുഅ്മിനായിട്ട് മരിച്ച് അല്ലാഹുവിന്റെ ഹദ്റത്തിലെത്തണം. അത് അല്ലാഹുവിന്റെ ഒരു നിർദ്ദേശമാണ്. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിങ്ങളായിട്ടല്ലാതെ മരിക്കരുത്. മുസ്ലിങ്ങളായിട്ടല്ലാതെ മരിക്കരുത്. അപ്പൊ മുസ്ലിമായിട്ട് മരിക്കാനുള്ള എല്ലാ പ്രവർത്തനവും നമ്മളോട് ചെയ്യാനാ പറഞ്ഞത്. മുസ്ലിങ്ങളായിട്ടല്ലാതെ മരിക്കാൻ പാടില്ല. ജീവിതത്തിന്റെ ഏറ്റവും വലിയ റിസൾട്ട് വരുന്നത് മരണത്തോടെയാണ്. മരിച്ചു കഴിയുമ്പോ മൂമിനായിട്ട് മരിക്കാൻ കഴിഞ്ഞു, അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. എങ്ങനെ ജീവിച്ചു എന്നതിലല്ല കാര്യമിരിക്കുന്നത്, എങ്ങനെ മരിച്ചു എന്നതിലാണ് സഹോദരങ്ങളെ കാര്യമിരിക്കുന്നത്. എങ്ങനെയാണ് ആള് മരണപ്പെട്ടു പോയത്, എങ്ങനെയാണ് ആള് മരിച്ചുപോയത്, ആ മരണം നല്ല രൂപത്തിലാണോ? നമ്മുടെ ദൃഷ്ടിയിൽ നല്ലതായാൽ പോരാ,
അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല രൂപത്തിൽ അതിനെ സ്വീകരിക്കണം, നല്ല രൂപത്തിൽ അതിനെ സ്വീകരിക്കണം, നല്ല രൂപത്തിൽ ആ മരണം അല്ലാഹു കബൂൽ ചെയ്യണം. അതിനാള് ചെറിയ അധ്വാനൊന്നും അധ്വാനിച്ചാൽ പോരാ, ദുനിയാവിലുള്ള ചുരുങ്ങിയ കാലത്തെ വലിയ അധ്വാനം അധ്വാനിക്കണം. ആ അധ്വാനത്തിൽപ്പെട്ട ഒന്നാണ് ഈ പ്രാർത്ഥന. വുളൂഇന്റെ ശേഷം സുന്നത്തുള്ളതുപോലെ കുളിയുടെ ശേഷവും സുന്നത്തുണ്ട്. ഒരൊറ്റ മിനിറ്റ് കൊണ്ട് സഹോദരങ്ങളെ 3 വട്ടം ചോദിക്കാൻ കഴിയൂലേ? എത്രമാത്രം വലിയ ബഹുമാനമുള്ളതാണ്. ശേഷം സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലം. സ്വലാത്തും സലാമും ചൊല്ലിയിട്ട് ദുആ അവസാനിപ്പിക്കുന്ന ദുആ വലിയ മഹത്വമുള്ള ദുആയാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൽമനുസരിച്ച് അമൽ ചെയ്യാൻ അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. നഫ്ഇല്ലാത്ത ഇൽമിനെ തൊട്ട് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. കുറഞ്ഞ അറിവാണെങ്കിലും ആ അറിവ് കൊണ്ട് മുതലാക്കാൻ കഴിയണം ജീവിതത്തിൽ. ഇതന്നെ ഈ ജീവിതത്തിൽ തന്നെ മുതലാക്കേണ്ടത്. ഇനി വേറൊരു ജീവിതം അതിന് അധ്വാനിച്ച് വരാനില്ല. നമ്മുടെ ഈ ജീവിതത്തിൽ തന്നെ അമൽ കൊണ്ട് മുതലാക്കി അറിയുന്ന അമലുകളൊക്കെ പകർത്ത് കഴിവിന്റെ പരമാവധി ചെയ്യുക. കഴിവിന്റെ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യും. നിസ്കരിക്കുന്ന നിസ്കാരങ്ങൾ തന്നെ അള്ളാഹു സ്വീകരിക്കത്തക്ക വിധത്തിലാകാൻ കഠിനാധ്വാനം ചെയ്യും. അള്ളാഹു എന്റെ നിസ്കാരം സ്വീകരിക്കണം, അതിനുള്ള കുറവുകളൊക്കെ നികത്തണം. എന്റെ വുളു അല്ലാഹു സ്വീകരിക്കണം, എന്റെ കുളി അല്ലാഹു തആല സ്വീകരിക്കണം, എന്റെ തയമ്മും അല്ലാഹു തആല സ്വീകരിക്കണം. എല്ലാ കർമ്മങ്ങളും സ്വീകരിച്ചു കിട്ടണം. അതിന് പറ്റുന്ന ഇൽമു ഞാൻ നേടണം. നിസ്കരിക്കുന്ന നിസ്കാരത്തിൽ എന്റെ ഫാത്തിഹ ശരിയാകണം, എന്റെ അത്തഹിയ്യാത്തു ശരിയാകണം, എന്റെ റുക്നുകളൊക്കെ ഓരോന്നും ശരിയാകണം. ശരിയാകാൻ പറ്റുന്ന സംഭവം എന്താണെന്നറിയോ? നല്ലോണം ഇൽമുള്ള ആളുകളുടെ നിസ്കാരത്തിലേക്ക് നോക്കുമ്പോ, അവരുടെ ഖിറാഅത്ത് പഠിക്കുമ്പോ, അവരുടെ റുകൂഉം സുജൂദും നമ്മൾ നോക്കി പകർത്തുമ്പോ നമുക്ക് ശരിക്ക് കണ്ടുപഠിക്കാൻ ഒരു മാർഗമാണ്. അയാൾ കുറെ കാലം ഇൽമു പഠിച്ചൊരു മഹാനാണ്. ആ ഇൽമു കൊണ്ട് കുറെ അമൽ ചെയ്ത് ജീവിതം നന്നാക്കിയ മഹാനാണ്. ആ മഹാനുഭാവന്റെ നിസ്കാരം ഒരു മാറ്റമുണ്ട്, അവരെ ഖിറാഅത്തൊരു വല്ലാത്ത ബഹുമാനമുണ്ട്. അതേപോലെ ഓതുക, അതേപോലെ നിസ്കരിക്കുക. അങ്ങനെയല്ലേ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്? സ്വല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി. ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നതായിട്ടാണോ നിങ്ങൾ കണ്ടത്, അങ്ങനെ നിങ്ങളും നിസ്കരിക്കണം. ഞാൻ എങ്ങനെയാ സുജൂദ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടത്, അങ്ങനെ സുജൂദ് ചെയ്യണം. ഞാൻ വെള്ളിയാഴ്ച നിസ്കരിക്കുമ്പോ എങ്ങനെയാ ഖുതുബ ഓതിയിരുന്നത്, നിസ്കാരത്തിന്റെ മുമ്പാണോ ശേഷമാണോ, അതേ രൂപത്തിൽ നിങ്ങൾ ഖുതുബ ഓതണം. ആ ഖുതുബയിൽ ഞാൻ ഏതെല്ലാം രൂപത്തിലാണ് ഫർളുകൾ പറഞ്ഞത്, വസിയ്യത്തുകൾ പറഞ്ഞത്, അതേ രൂപത്തിൽ പറയണം. ഏത് ഭാഷയിലാണ് ഞാൻ ഖുതുബ ഓതിയത്, അതേ ഭാഷയിൽ ഖുതുബ ഓതണം. നിസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ എങ്ങനെ ഇരുന്നു, നിങ്ങളോടെങ്ങനെ ഇരിക്കാൻ കൽപ്പിച്ചു, എന്തെല്ലാം ഞാൻ ദിക്റുകൾ ചൊല്ലിപ്പഠിപ്പിച്ചു, അതേ ദിക്റുകൾ നിങ്ങളും ചൊല്ലണം. ഞാൻ എന്തെല്ലാം ദുആയിരുന്നു, അതേ ദുആകൾ നിങ്ങളും ദുആർക്കണം. അങ്ങനല്ലേ? തങ്ങൾ കാല് വെക്കുന്ന സന്ദർഭത്തിൽ അതേ രൂപത്തിൽ തന്നെ കാല് വെച്ചുകൊണ്ട്, തങ്ങൾ കൈവെക്കുന്നത് പോലെ കൈവച്ച്, തങ്ങൾ കൈയുയർത്തിയതുപോലെ കൈയുയർത്തിയിട്ട്, സൂക്ഷ്മശാലികളായ പണ്ഡിതന്മാര് പറഞ്ഞില്ലേ, ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്നത്, പണ്ഡിതന്മാർ രേഖപ്പെടുത്തി തന്നത്, കൈയിങ്ങനെ ഉയർത്തിയതും അതിലേക്ക് ഇങ്ങനെ നോക്കലും ഒക്കെ സുന്നത്താണ്. ഈ വിരലിങ്ങനെ മുസബ്ബിഹ വിരൽ ഇതിങ്ങനെ ഉയർത്തി നിൽക്കണം. കുറച്ചു കഴിഞ്ഞാൽ അങ്ങനെ താഴ്ത്താൻ പറ്റുമോ? താഴ്ത്തിയതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അതിങ്ങനെ ഉയർത്തി നിൽക്കണം. അങ്ങനെയാണ് ഉയർത്തി നിൽക്കണം. അപ്പൊ ചില ആളുകൾ ചില ഹദീസിൽ നോക്കിയപ്പോ ഇങ്ങനെ നേരത്തെ ഇങ്ങനെ താഴോട്ട് നിന്നിരുന്നത് ഒന്ന് മേലോട്ട് ഇങ്ങനെ ഇല്ലല്ലാ എന്ന് ഹംസ പറയുന്ന സമയത്ത് ഇങ്ങനെ മേലോട്ട് ഉയർത്തിയതിനെ പറ്റി ഹദീസില് ചലിപ്പിച്ചു എന്നുണ്ട്, ഹർറക്ക. അപ്പൊ അവര് മനസ്സിലാക്കി ചലിപ്പിച്ചു എന്ന് പറയുമ്പോൾ നമ്മള് സിഗ്നൽ ലൈറ്റ് കത്തും പോലെ ഇങ്ങനെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കണം എന്ന് അവര് മനസ്സിലാക്കി. അങ്ങനല്ല, അത് പണ്ഡിതന്മാരൊന്നും അങ്ങനല്ലല്ലോ മനസ്സിലാക്കി പറഞ്ഞത്.
വലിയ വലിയ പണ്ഡിതന്മാരൊക്കെ മനസ്സിലാക്കി പറഞ്ഞ എങ്ങനെ? ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി, ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി, സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ പറഞ്ഞ എങ്ങനെ? പഠിച്ചാ പോരെ. അപ്പുറം നമുക്ക് വേറെ സിദ്ധമാണ്. നമ്മളിപ്പോ ഹദീസിൽ ഒരു വാക്ക് ഹർറക്ക എന്നുണ്ടെങ്കിൽ എന്തായിരുന്നു ആ രൂപം? നേരത്തെ നിശ്ചലമായിരുന്നു, ഇങ്ങനെ താഴോട്ടായിരുന്നു. അപ്പൊ അവിടുന്ന് മേലോട്ടൊന്നും ഇങ്ങനെ ആക്കിയും അതിനും പറയും ഹർറക്ക, അറബിയിൽ പറയും ചലിപ്പിച്ചു. ഹർറക്ക എന്നുള്ള അതേ വാക്കിന് തന്നെ ഇടക്കിടക്ക് ചലിപ്പിച്ചു എന്നും അർത്ഥമുണ്ട്. അപ്പൊ ആ അർത്ഥപ്രകാരം വെക്കുകയാണെങ്കിൽ എല്ലാ സ്ഥലത്തും അങ്ങനെ അർത്ഥം വെക്കേണ്ടി വരും. അപ്പൊ ബുദ്ധിമുട്ടാവും. കുറെ സ്ഥലത്തൊക്കെ അങ്ങനെ വരുന്നുണ്ട്, ഒക്കെ ബുദ്ധിമുട്ടാകും അങ്ങനെ അർത്ഥം വെച്ചാൽ. അപ്പൊ അവിടെ മഹാന്മാർ വിവക്ഷിച്ച വിവക്ഷ നിങ്ങൾ നോക്ക്, എത്ര സൂക്ഷ്മതയിൽ അവർ പറഞ്ഞത്. ഇതിങ്ങനെ ഉയർത്തിയിട്ട് താഴോട്ട് താഴ്ത്തണോ? ഇങ്ങനെ ഉയർത്തൽ നിത്യമാക്കലും നോട്ടം നിത്യമാക്കലും സുന്നത്താണ്. താഴോട്ടോ? താഴോട്ട് ഇങ്ങനെ താഴ്ത്തിയതായിട്ട് നിസ്കാരത്തിന്റെ ഇടയിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. അതുകൊണ്ട് അവസാന സമയം വരെ ഉയർത്തി നിൽക്കും. ചിലർക്ക് അതിന് നേരല്ല, അതുകൊണ്ട് ഒരൊറ്റ കഴിഞ്ഞു. ചിലരവിടെ ഹർറക്കാന്നുള്ളതിന്റെ അർത്ഥം മാറ്റിയിട്ട് അവരിങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ. അപ്പൊ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്ന ആള് അല്ലെങ്കിൽ അവരോട് കൂടെ നിസ്കരിക്കാൻ വരുന്ന ഏതെങ്കിലും കുട്ടികളെ ആ കുട്ടി നോക്കും, ഇത് കാണാൻ നല്ല രസമുണ്ടല്ലോ, എന്താ സിഗ്നൽ ലൈറ്റ് പോലെ ഒന്നിങ്ങനെ മേലോട്ട് താഴോട്ട് ഇങ്ങനെ ആയിട്ട്. അങ്ങനെ രൂപല്ല. അത് പുതുതായി ഒരു മനുഷ്യൻ ഉണ്ടാക്കിയതാണ്. അയാളെ പേര് പറഞ്ഞിട്ട് ഞാൻ സദസ്സ് വഷളാക്കുന്നില്ല. അയാൾ ഉണ്ടാക്കിയതാണ്. നിസ്കാരത്തിന് കുറെ മോഡലുകൾ അയാൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അയാൾ കഴിഞ്ഞു പോയി, ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ആളൊന്നുമല്ല. അയാൾ ഉണ്ടാക്കിയ ഒരു പുതിയ രൂപത്തിലുള്ള നിസ്കാരത്തിന്റെ ശൈലിയിൽപ്പെട്ട ഒന്നാണ് ഈ അനക്കം എന്ന് പറയുന്നത്. പണ്ഡിതന്മാരാരും രേഖപ്പെടുത്തിയത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസിലോ മറ്റോ വന്നതല്ല. അവര് വന്നതിന്റെ വിവക്ഷ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ കൈ ഇങ്ങനെ താഴോട്ടായിരുന്നു, അതിങ്ങനെ മേലോട്ട് ഉയർത്തുന്നതിനെ പറ്റിയാണ് പറഞ്ഞത്. അപ്പൊ വളരെ കൃത്യമായി ആ പഠിപ്പിക്കപ്പെട്ടവ ആ കാണിച്ചു തന്നതുപോലെ നിസ്കരിക്കും. നിസ്കാരത്തിന് മാറ്റമില്ല. അതുകൊണ്ടാണ് ഉലമാഇന്റെ നിസ്കാരത്തിൽ അത്രയും കൂടുതൽ ശ്രദ്ധയും സൂക്ഷ്മതയും മഹാന്മാര് പകർത്തിയത്. അവരൊക്കെ എങ്ങനെ നിസ്കരിച്ചു എന്നും അവരൊക്കെ കാര്യങ്ങൾ എങ്ങനെ ചെയ്തു എന്നും ഒപ്പിയെടുത്തു പറഞ്ഞത്. പള്ളിയിലേക്ക് ആ പണ്ഡിതന്മാരാരെങ്കിലും കയറി വരുമ്പോ അവര് നിർവഹിക്കുന്ന കർമ്മങ്ങൾ മുഴുവനും രേഖപ്പെടുത്തപ്പെട്ടു പോകാനുള്ള കാരണം ഇൽമനുസരിച്ച് അമല് ചെയ്യുന്നവരാണ് അവര്. അതിനൊരു മാറ്റവും അവര് വരുത്തുകയില്ല. അല്ലാഹു നമ്മുടെ ജീവിതത്തിലും അതിന് തൗഫീഖ് ഏറ്റി തരുമാറാകട്ടെ. നല്ലോണം ഇൽമ അല്ലാഹു തആല നമുക്ക് വർദ്ധിപ്പിക്കുമാറാകട്ടെ. ഇൽമ അനുസരിച്ച് അമൽ ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് ഏറ്റി തരട്ടെ. സഹോദരങ്ങളെ, എല്ലാ ദിവസവും കേൾക്കുന്ന ഇൽമ് ആ രൂപത്തിലാക്കി പകർത്താൻ നമ്മൾ ശ്രമിക്കണം. നമ്മുടെ ജീവിതത്തിന്റെ ഭാഗങ്ങൾ ഓരോന്ന് കഴിഞ്ഞു പോവുകയാണ്. ആ ഭാഗങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ട് വിശുദ്ധ ഇസ്ലാം വളരെ സന്തോഷത്തോടെ നമ്മുടെ മുന്നിൽ പറയുന്ന ഒരു കാലമാണല്ലോ യുവത്വം എന്ന് പറയുന്ന കാലം. എത്രമാത്രം വലിയ ബഹുമാനമുള്ള കാലമാണ് യുവത്വം എന്ന് പറയുന്ന കാലം. അമലുകൾക്ക് അല്ലാഹു തആല വലിയ സന്തോഷം നൽകുന്ന കാലമാണ്. ഇബാദത്തിന് വലിയ മധുരം ലഭിക്കുന്ന കാലമാണ് യുവത്വകാലം. റബ്ബ് സുബ്ഹാനഹു വ തആലയെ ഒരു മനുഷ്യൻ പേടിക്കാൻ ഏറ്റവും കൂടുതൽ ശ്രമം നടത്തേണ്ടതും യുവത്വകാലത്താണ്. യുവത്വം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി നീക്കിവെക്കേണ്ട ഒരു സമയമാണ്. ആ സന്ദർഭത്തെ സംബന്ധിച്ച് മാത്രം ഒരു ചോദ്യമുണ്ടല്ലോ. ആയുഷ്കാലത്തെ മൊത്തം അല്ലാഹു തആല ചോദ്യം ചെയ്യുമ്പോ കൗമാരപ്രായം കഴിഞ്ഞൊരു യുവത്വ പ്രായം എത്തുന്നുണ്ട്. അതിനെ സംബന്ധിച്ച് മാത്രം ഒരു ചോദ്യം. കുട്ടിക്കാലത്തെ പറ്റി ചോദ്യമില്ല. വാർദ്ധക്യ സഹജമായ സമയത്ത് സംഭവിക്കുന്ന വിഷയങ്ങളെ പറ്റിയും കാര്യമായി ചോദ്യമില്ല. വഅൻ ശബാബിഹി ഫീമാ ബിലാ, യുവത്വം ചെലവഴിച്ചതെന്തിനാണ് എന്നൊരു പ്രത്യേക ചോദ്യം ചോദിക്കാനുള്ള കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ആരോഗ്യവും ആവേശവും എല്ലാ നിലക്കുമുള്ള പുരോഗതിയും നമുക്ക് നൽകുന്ന നല്ലൊരു കാലമാണ് യുവത്വകാലം. സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും ആ കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ സമൂഹം ശ്രദ്ധിക്കേണ്ടത്. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിലായി ആ സമയം 15 മുതൽ 40 വരെയുള്ള സമയം അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി ചെലവഴിക്കാനുള്ള നല്ല ശ്രമം വേണം. മഹാന്മാരൊക്കെ ചെലവഴിച്ചതുപോലെ എന്തെങ്കിലും ഒരു കുറവ് അവരുടെ ജീവിതത്തിലുണ്ടോ? അതവര് നികത്തിയത് യുവത്വകാലത്താണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ
വിവാഹം കഴിക്കുന്നതിന്റെ മുമ്പ് പള്ളിയിൽ മാത്രം കിടന്നുറങ്ങിയിട്ട് സുബഹിന്റെ മുമ്പേ പള്ളിയിൽ എഴുന്നേറ്റ് നിസ്കരിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരനാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹളറത്തിൽ ചെറുപ്പകാലത്ത് തന്നെ സുബഹിന്റെ ജമാഅത്തിൽ മദീനത്തെ പള്ളിയിൽ വരും. എല്ലാ ദിവസവും അവിടുത്തെ ക്ലാസ്സിൽ സംബന്ധിക്കും. ആ ഇൽമു കേട്ടുകൊണ്ട് മഹാനവറുകൾ അങ്ങനെ മനപ്പാടമാക്കി ഓരോ ദിവസവും ഇങ്ങനെ വന്നുകൂടുമ്പോ എന്നും മനസ്സിലൊരാഗ്രഹമുണ്ടായിരുന്നു. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം, ഒരു നല്ല സ്വപ്നം കാണണം. സ്വപ്നം കണ്ട് ഇവിടെ വന്ന് പറയുമ്പോ വ്യാഖ്യാനം കറക്റ്റാ. കാരണം വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കുന്നത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തെല്ലാം വ്യാഖ്യാനങ്ങളാ കിട്ടുന്നത്. സ്വപ്നം വന്ന് പറയുമ്പോ നിങ്ങൾ സ്വർഗത്തിലാണ് എന്നാണ് അതിന്റെ അർത്ഥം. അല്ലാഹ്, അങ്ങനെ ഒരു സ്വപ്നം കിട്ടിയ രക്ഷപ്പെട്ടില്ലേ. നമ്മൾ പല സ്വപ്നങ്ങളും കാണും, പക്ഷെ അതൊന്നും പുലരാത്തതായിരിക്കും അധികം. ഇന്നിങ്ങനെ കണ്ട് രാവിലെ ആകുമ്പോഴേക്ക് വേറെ രൂപല്ലേ. ഇത് ഈ സ്വപ്നങ്ങൾ ഇങ്ങനെ കാണുന്ന സ്വഹാബത്ത് ഔലിയാക്കൾ വന്നിട്ട് അത് പറയുമ്പോ അതിന് മറുപടി പറഞ്ഞു കൊടുക്കുന്നത് ആരാ സഹോദരങ്ങളെ? ഒരിക്കലും തിരുത്താത്ത പ്രഖ്യാപനം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അല്ലാഹു തആല നിങ്ങൾക്ക് നിശ്ചയിച്ചിരിക്കുന്ന വരാനിരിക്കുന്ന ഒരു കാര്യത്തെ പറ്റിയാണ് പറഞ്ഞത്. ഒട്ടും വിഷമിക്കണ്ട. ഓരോ ദിവസവും റിസൾട്ട് പറയുമ്പോ ഇബ്നു ഉമർ റളിയല്ലാഹുവിന്റെ മനസ്സിൽ പടച്ചോനെ ഒരു സ്വപ്നം ഞാനും കണ്ടിരുന്നെങ്കിൽ, എന്നിട്ട് ഇവിടെ വന്നിട്ട് അത് പറഞ്ഞിട്ട് എനിക്ക് അതിന്റെ റിപ്പോർട്ട് കിട്ടിയാൽ എത്ര വലിയ സന്തോഷം ഉണ്ടാവും. അന്ന് നല്ല യുവത്വത്തിന്റെ പ്രസരിപ്പുള്ള കാലം, അല്ല ചൊറുചുറുക്കുള്ള കാലാണ്. കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. അങ്ങനെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു രാത്രി കിടന്നുറങ്ങുമ്പോൾ ഒരു സ്വപ്നം കണ്ടു. എന്താ സ്വപ്നം? രണ്ടാളുകൾ വന്നിട്ട് മഹാനവറുകളെ പിടിച്ചുകൊണ്ടുപോയി ഒരു കിണർ പോലെ തോന്നിക്കുന്ന ആഴത്തിലുള്ളൊരു കുടി. ആ കുടിയിലേക്ക് നോക്കാൻ വേണ്ടി പറഞ്ഞപ്പോ ഞാൻ ആ കുടിയിലേക്ക് നോക്കി. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, കുടിയുടെ അടിയിലതാ കുറെ ആണുങ്ങളും പെണ്ണുങ്ങളും കത്തുന്നു. അവരെ ശരീരം കത്തുകയാണ്. അടിയിൽ നോക്കുമ്പോ മനുഷ്യന്മാരെയാ കാണുന്നത്, പുരുഷന്മാരുമുണ്ട് സ്ത്രീകളുമുണ്ട്. അവരെങ്ങനെ ശരീരം കത്തുന്നു. അത് കണ്ടപ്പോ എനിക്ക് പേടിയായി പോയി. പടച്ചോനെ, എന്താണ് ഞാൻ ഈ കാണുന്ന കാഴ്ച? ഉടനെ തന്നെ മറ്റൊരാള്, മൂന്നാമത്തെ ഒരാള് വന്നിട്ട് എന്നോട് പറഞ്ഞു, ലം തുറഅ് ലം തുറഅ്, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ ഈ കുടിയിലേക്കൊന്നും വന്ന് വീഴുന്ന ആളല്ല. ഇത് കണ്ട് ഞാൻ അങ്ങ് ഉണർന്നു. ഇതിപ്പോ രാവിലത്തെ മജ്‌ലിസിൽ പോയി പറയാൻ എനിക്ക് തോന്നിയില്ല. കാരണം കണ്ടത് ഇങ്ങനെയല്ലേ, കണ്ടത് നരകമാണ് എന്ന് എന്റെ തോന്നൽ, എന്റെ കാഴ്ചയിൽ തന്നെ എനിക്ക് മനസ്സിലായി. പക്ഷെ ഞാൻ കണ്ടതിന്റെ വ്യാഖ്യാനം എനിക്കറിയണം. ഞാനത് നേരെ പെങ്ങളോട് പോയി പറഞ്ഞു കൊടുത്തു. പെങ്ങളെ വീട്ടിലും റൂമിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുമല്ലോ. ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹയോട് പോയിട്ട് പറഞ്ഞു, പെങ്ങളെ, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോ ഇങ്ങനെ ഒരു വിഷയം ചോദിക്കണം. മജ്‌ലിസിൽ വെച്ച് പറയാൻ ഒരു സ്വപ്നം ഞാൻ ഇങ്ങനെ കാത്തു കഴിയുകയായിരുന്നു, പക്ഷേ കണ്ടത് ഇങ്ങനെയാണ്. ഇതാ സദസ്സിൽ പോയി പറയാൻ എനിക്ക് ധൈര്യമില്ല. അതുകൊണ്ട് തങ്ങൾ ഇങ്ങോട്ട് വരുമ്പോ ഇതൊന്ന് ചോദിക്കണം. എന്നെ രണ്ടാളുകൾ രാത്രിയിൽ പിടിച്ചുകൊണ്ടുപോയിട്ട് ആഴമുള്ള ഒരു കിണർ പോലത്തെ ഒരു കുഴി എന്നെ കാണിച്ചു. അതിന്റെ ഉള്ളിലേക്ക് ഞാൻ നോക്കുമ്പോ ആണുങ്ങളും പെണ്ണുങ്ങളും അങ്ങനെ കത്തി കത്തി വരുന്നു. ഞാൻ അതിൽ വീണുപോകുമോ എന്ന് പേടിച്ചുപോയി. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് വന്നപ്പോ സ്വന്തം സഹോദരൻ കണ്ട ഈ സ്വപ്നത്തെ പറ്റി ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഇങ്ങനെ എന്റെ സഹോദരൻ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട്, അതിന്റെ വ്യാഖ്യാനം പറഞ്ഞു തരാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു സ്വപ്നത്തിന്റെ കാഴ്ച സ്വഹാബിമാർക്ക് വരുന്നത് വളരെ ബഹുദൂരായിട്ടല്ലേ കാണേണ്ടത്. കാരണം അവരെ ഈമാൻ ഇഖ്ലാസ് എത്ര വലുതാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കണ്ടത് നരകം തന്നെയാണ്. നരകം തന്നെ കണ്ടത്. കാരണം മനുഷ്യന്മാരെ കത്തിക്കുന്ന സ്ഥലം തന്നെ ഏതാ? ആളുകളെ കത്തിക്കുന്ന സ്ഥലം നരകല്ലേ. വഖൂദുഹന്നാസു വൽ ഹിജാറ, ആ നരകത്തിലെ വിറക് മനുഷ്യന്മാരും കല്ലുകളുമാണ്.
അത് എല്ലാ പാറക്കല്ലുകളും അല്ല സഹോദരങ്ങളെ. ദുനിയാവിൽ ഏറ്റവും ചൂടുള്ള പൊട്ടി 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 കഷ്ണങ്ങളായി മാറുന്ന കല്ലുണ്ട്, കിബിരീത്ത് എന്ന് പറയുന്ന കല്ല്. ചൂട് കൂടുതലുള്ള പാറക്കല്ലുകളാണ് നരകത്തിരിട്ട് കത്തിക്കുന്നത്. എല്ലാ പാറക്കല്ലുകളെയുമല്ല, മനുഷ്യന്മാരെയും അതിലിട്ട് കത്തിക്കപ്പെടുന്നു. ആ നരകത്തെ തൊട്ട് അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ആ നരകം തന്നെയാണ് കണ്ടത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ വ്യാഖ്യാനം നിഅമർ റജുലു അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ നല്ല വ്യക്തിയാണ്, നല്ല ചെറുപ്പക്കാരനാണ്, നല്ല യുവാവാണ്. ഒരു ചെറിയ കുറവും കൂടിയുണ്ട്. അതുകൊണ്ട് നികത്തിയാൽ ഇങ്ങനെയുള്ള സ്വപ്നമൊന്നും കാണൂല. ലൗകാന യുസല്ലി ബില്ലൈൽ. ചെറുപ്പക്കാരനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളോട് പറയുന്നു, രാത്രിയിലെ നിസ്കാരം കൂടി ഉണ്ടായിരുന്നെങ്കിൽ. ഫർള് നിസ്കാരമുണ്ട്, സുന്നത്ത് നിസ്കാരമുണ്ട്. സുന്നത്ത് നിസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള സുന്നത്ത് നിസ്കാരം, ഫർള് നിസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും ബഹുമാനമുള്ള നിസ്കാരം സ്വലാത്തുൽ ലൈൽ, തഹജ്ജുദ് നിസ്കാരമാണ്. സഹോദരങ്ങളെ, വാള് ദീർഘിപ്പിച്ചുകൊണ്ട് നിങ്ങളെ തഹജ്ജുദൊന്നും ഞാൻ മുടക്കൂല. അതിനൊക്കെ ഇവിടുന്ന് വീട്ടിൽ പോയാലും നിങ്ങൾക്ക് സമയം കിട്ടും. 2 മണിക്കൂർ 3 മണിക്കൂർ മാത്രം ഉറങ്ങുന്ന ആലിമീങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. രാത്രി സമയത്ത് മുഴുവനും അവർ ഉറങ്ങുന്നില്ല. 11-12 മണിയാകുമ്പോ കിടന്നുറങ്ങുന്ന ആലിമീകള് 3:30 മണി 4 മണിയാകുമ്പോ എന്നും എഴുന്നേൽക്കുന്നു, തഹജ്ജുദ് നിസ്കരിക്കുന്നു. വളരെ ചെറിയ പ്രായത്തിൽ അവർ തുടങ്ങിയതാണ്. ചെറുപ്പക്കാരനായ യുവാവായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ യുവത്വത്തിനെ ഒന്നുകൂടി ശാക്തീകരിക്കാൻ വേണ്ടി, സ്വർഗലോകത്തേക്ക് ഒന്നുകൂടി കൊണ്ടുപോകാൻ വേണ്ടി, നരകം ഒരിക്കലും കാണാതിരിക്കാൻ വേണ്ടി തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നൊരു മരുന്നെന്താണ്? ഇബാദത്താണ്, തഹജ്ജുദ് നിസ്കാരമാണ്. ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പെങ്ങൾ പറഞ്ഞപ്പോ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ യുവത്വത്തിലാണ് സഹോദരങ്ങളെ ഇത് കാണുന്നത്. ഫകാന ലാ യനാമു മിനൽ ലൈലി ഇല്ലാ ഖലീലാ. രാത്രി കുറഞ്ഞ നേരം ഉറങ്ങിയിട്ട് ബാക്കിയുള്ള നേരം മുഴുവനും നിസ്കരിച്ചു പോയി. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചാണോട് പിൻപറ്റിയ സ്വഹാബിയാണ്. തങ്ങൾ ധരിച്ചതുപോലുള്ള ചെരുപ്പ് മാത്രമേ ജീവിതത്തിൽ ധരിച്ചിട്ടുള്ളൂ, വേറെ ഒരു ചെരുപ്പും ധരിക്കാറില്ല. തങ്ങളുടെ തലപ്പാവ് പോലത്തെ തലപ്പാവ് മാത്രമേ ധരിച്ചിട്ടുള്ളൂ. തങ്ങൾ നടന്ന സ്ഥലം അടയാളപ്പെടുത്തി മാത്രമേ ഹജ്ജിന് പോയിട്ടുള്ളൂ. മദീനത്തുനിന്ന് മക്കത്തേക്ക് എല്ലാവരും ഹജ്ജിന് പോയിട്ട് 2 ദിവസവും 1.5 ദിവസം കൊണ്ടൊക്കെ മദീനത്തെത്തി. 4 ദിവസം കൊണ്ട് മക്കയിലെത്തിയ ഒരാളാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. 4 ദിവസം മക്കയിലെത്താൻ 4 ദിവസം എടുത്തപ്പോ പലരും ചോദിച്ചു, എന്താണ് ഇത്രയും 4 ദിവസം വേണ്ടി വന്നതെന്ന് ചോദിച്ചപ്പോ മഹാനവറുകൾ പറഞ്ഞു, ഒന്നുമല്ല, അത് കഴിഞ്ഞ വർഷം ഞാൻ ഹജ്ജിന് വന്നത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെയാണ്. തങ്ങൾ അന്ന് ആ കുന്നിന്റെ മേലെ താമസിച്ചിരുന്നു കുറച്ചു നേരം. അതെന്തോ ആവശ്യത്തിന് വേണ്ടിയാണ്, പക്ഷെ എനിക്ക് ആവശ്യമൊന്നുമില്ല. തങ്ങൾ അവിടെ താമസിച്ചു എന്നൊക്കെ ഒരു ദിവസം ഞാൻ അവിടെ താമസിച്ചു. തങ്ങൾ ഒട്ടകത്തെ കെട്ടിയിട്ടിരുന്നു അപ്പുറത്തൊരു മരത്തിൽ. അപ്പൊ ആ മരത്തിൽ ഞാനും കെട്ടിയിട്ടു. തങ്ങൾ ഒരു 3-4 സ്ഥലങ്ങളിൽ മൂത്രമൊഴിക്കാൻ വേണ്ടി, തങ്ങൾ വിശ്രമത്തിന് വേണ്ടിയും ഒക്കെ തങ്ങൾ ഇരുന്ന സ്ഥലം ഉണ്ടായിരുന്നു. അവിടെയൊക്കെ ഞാൻ മൂത്രമൊഴിച്ചു. മൂത്രമൊഴിക്കാൻ ഇല്ലെങ്കിലും ഉള്ളതുപോലെ ഒന്ന് ഇരുന്നു. മൂത്രമൊഴിക്കല്ല, പക്ഷെ തങ്ങൾ അവിടെ ഇരുന്നല്ലോ അതേ രൂപത്തിൽ ഞാനും ഒന്നിരുന്നു. തങ്ങൾ അവിടെ കിടന്നു, ഞാനും അവിടെ കിടന്നു. തങ്ങൾ എവിടുന്ന് കുളിച്ചു അവിടുന്ന് ഞാനും കുളിച്ചു. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ ചാണായിട്ട് ഒരു നമ്മൾ റൂട്ട് മാപ്പ് എന്നൊക്കെ പറയില്ലേ, അതേ രൂപത്തിൽ പിന്തുടർന്ന മഹാനാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. അതേ രൂപത്തിലാണ് അവരെ ഹജ്ജും അവരെ ഉംറയും കാര്യങ്ങളൊക്കെ. ഈ ഒരൊറ്റ നിർദ്ദേശം കിട്ടിയതിന് ശേഷം പിന്നീട് ലാ യനാമു മിനൽ ലൈലി ഇല്ലാ ഖലീലാ,
രാത്രിയിൽ നിന്ന് അല്പമല്ലാതെ ഉറങ്ങാറില്ല. എന്റെ ശബ്ദം ശ്രവിക്കുന്ന യുവതീ യുവാക്കളോട് ഞാൻ അതുമായി ബന്ധപ്പെട്ടൊരു നിർദ്ദേശം പറയട്ടെ. ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയും അള്ളാഹുവിലേക്ക് നമ്മുടെ ശരീരവും ആരോഗ്യവും ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടിയും ഏത് വാളിന്റെ മജ്‌ലിസിൽ വന്നാലും വന്നില്ലെങ്കിലും വീട്ടിലേക്ക് നിങ്ങൾ എപ്പോ എത്തിയാലും ഹദ്ദാദ് കഴിഞ്ഞ് വീട്ടിലെ ഭക്ഷണം കഴിഞ്ഞ് അല്പനേരത്തെ വിശ്രമം കഴിഞ്ഞ് പെട്ടെന്നുറങ്ങണേ. ഇന്ന് മിക്ക സഹോദരീ സഹോദരങ്ങളും യുവാക്കളും അവരെ ആയുസ് തീർക്കുന്നത് 2 മണി വരെ സമയം സഹോദരങ്ങളെ ആധുനിക ഉപകരണങ്ങളിൽ ഉപയോഗിച്ച ശേഷമാണ്. സുബ്ഹാനല്ലാഹ്, ഉറക്കം വരാഞ്ഞിട്ടാണോ? അല്ലേ അല്ല. അങ്ങനെ പതിവാക്കിയിട്ട് 2 മണി സമയത്ത് 3 മണി സമയത്ത് ഉറങ്ങുമ്പോ സുബഹിക്ക് അവന്റെ വാപ്പ വന്ന് വിളിച്ചാലും ഉമ്മ വന്ന് വിളിച്ചാലും ഒരു ബക്കറ്റ് വെള്ളം ഒഴിച്ചാലും എഴുന്നേൽക്കുന്നില്ല. അവൻ മൂരി ഉറങ്ങും പോലെ ഉറങ്ങുകയാണ്. മറ്റു പല സൃഷ്ടികൾ ഉറങ്ങും പോലെ ഉറങ്ങുകയാണ്. സുബ്ഹാനല്ലാഹ്, ഉറക്കിന്റെ വിഷയം പഠിക്കാൻ വേണ്ടി പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ഇമാം യാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നായനെ കണ്ടു പഠിക്കണം ഉറക്കം. നായന്റെ ഉറക്കം കണ്ടിട്ടുണ്ടോ? കുറഞ്ഞ നേരത്തെ ഉറക്കമാണ്. കുറഞ്ഞ നേരമല്ലേ നായ ഉറങ്ങുന്നത്. നമ്മളെ പോലെ കുറെ നേരം നായ ഉറങ്ങാറില്ല. ആടുകളെ കണ്ടുപഠിക്കണം. ആടും കുറഞ്ഞ നേരം ഉറങ്ങുന്ന ജീവിയാണ്, നേരത്തെ എഴുന്നേൽക്കുന്ന ജീവിയാണ്. മുസ്ലിം സഹോദരന്മാരെ സഹോദരിമാരെ, ആയുഷ്കാലത്ത് രാത്രി സമയത്ത് മൊബൈലിലേക്കും മറ്റും നോക്കിയിട്ട് ആ ഇരുട്ടിൽ നമ്മുടെ കാഴ്ച അതിലേക്ക് പരിമിതപ്പെടുത്തുമ്പോ ആരോഗ്യത്തിന് നല്ലൊരു ശതമാനം ആളുകൾക്കും കുറവ് വന്നുപോയി. മുമ്പ് 40 വയസ്സ് 45 വയസ്സാകുമ്പോഴൊന്നും കാര്യമായിട്ട് കുഴപ്പമില്ലാത്ത ആളുകൾ ഇപ്പൊ 35 വയസ്സാകുമ്പോഴേക്ക് ദൂരക്കാഴ്ചല്ല, 32 വയസ്സാകുമ്പോ ദൂരക്കാഴ്ചല്ല. ഏതൊരു 2-3 മീറ്റർ അപ്പുറത്ത് ഇവിടെ നിൽക്കുന്ന ആളോട് ഇപ്പൊ എന്താണ് ആ മക്കാമിന്റെ ആ കവാടത്തിൽ അവിടെ എഴുതി വെച്ചെന്ന് വെച്ചാൽ ഇപ്പൊ ഒരാളെ വിളിച്ചിട്ട് വെച്ചാൽ അവിടെ എന്തോ ഇങ്ങനെ കാണുന്നുണ്ട് എന്ന് അയാൾ പറയും. കാരണം ആ സമയം മുഴുവനും ഈ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ശരീരത്തിന്റെ ആരോഗ്യം കുറയാണ്. അത് വേറെ വിഷയം. ആരോഗ്യം കുറയാണ്. രാത്രി നല്ല ഒരു സമയം ഉറങ്ങിയിട്ട് ആരോഗ്യം സ്വീകരിക്കാനല്ലേ ഇസ്ലാമിന്റെ നിർദ്ദേശം. ആ സമയത്ത് ഉറങ്ങാതെ പിന്നെ ആ സമയത്താണ് ഉറങ്ങുന്നത്, ഉറങ്ങേണ്ടതല്ലാത്ത സമയത്ത്. അപ്പൊ നമ്മളെ യുവത്വത്തിന് ഒരു മുരടിപ്പ് മാത്രമാണ് ലഭിക്കുന്നത്, സന്തോഷം ലഭിക്കുന്നില്ല. ഭാവിയിൽ വാർദ്ധക്യത്തിന് സന്തോഷിക്കാനുള്ള വകുപ്പ് യുവത്വത്തിൽ ഉണ്ടാക്കിയെടുക്കണം. ആരോഗ്യ സമയത്ത് അധ്വാനിക്കണം, എന്നാ അനാരോഗ്യ സമയത്ത് മുതലാക്കാൻ കഴിയും. 50-60 ആയിട്ട് ഇബാദത്തെടുക്കാൻ ആരും കരുതരുത്. അങ്ങനെയല്ല കരുതേണ്ടത്. ആരോഗ്യമുള്ള സമയത്താണ് നന്നായി ഇബാദത്തെടുക്കേണ്ടത്. അപ്പൊ പിന്നെ അനാരോഗ്യ സമയത്ത് കഴിഞ്ഞ കാലത്തെ സംബന്ധിച്ച് ചിന്തിച്ച് സന്തോഷിക്കാനെങ്കിലും ഉണ്ടാകും. ഇപ്പൊ അനാരോഗ്യം വന്നല്ലോ, സാരമില്ല. കഴിഞ്ഞ കാലഘട്ടത്തിൽ ഇഷ്ടം പോലെ ചെയ്തിട്ടില്ലേ, സന്തോഷമുണ്ട്. 4-5 ദിവസം മുമ്പ് തൃശ്ശൂർ ഭാഗത്തേക്ക് ഒരു വാളിന് പോയപ്പോ എന്റെ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ ഞാൻ കയറി. ഒന്ന് സന്തോഷത്തിന് വേണ്ടി ചായ കുടിക്കാൻ വേണ്ടി കയറിയതാണ്. വാള് കഴിഞ്ഞ് വരുമ്പോ അവിടെ ഉണ്ടൊരു ഉപ്പ. ആ ഉപ്പ പറയുന്നത്, ഉസ്താദേ ഇപ്പൊ വലിയ സങ്കടമുണ്ട്, ഖുർആനോദാന് കണ്ണിന് കാഴ്ച കിട്ടുന്നില്ല, ഷുഗർ കൂടിയിട്ട് കാഴ്ച നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. കാഴ്ച തകരാറായി പോയാൽ ഒരുപാട് സംഗതികൾ മുടങ്ങിപ്പോകൂലേ സഹോദരങ്ങളെ. പക്ഷേ ആ ഉപ്പ പറഞ്ഞൊരു വാക്ക് എന്നെ വല്ലാതെ സന്തോഷിപ്പിച്ചു. എന്റെ ചെറുപ്പകാലം മുതൽക്ക് എന്റെ ജീവിതത്തിലെ പതിവാണ് മഗ്രിബ് കഴിഞ്ഞാൽ ഇശാ വരെ ഖുർആൻ നോക്കി ഓതുന്ന പതിവ്. അതെനിക്കേറെ സന്തോഷമായി. അപ്പൊ ഞാൻ പറഞ്ഞു, ഇനി മക്കളൊക്കെ ഓതുന്ന ഓത്ത് നിങ്ങൾ കേട്ടോളൂ, ഖുർആന് നോക്കാൻ പറ്റുമ്പോ നിങ്ങൾ നോക്കിക്കോളൂ. ഖുർആനിലേക്ക് നിങ്ങൾ അങ്ങനെ ഖുർആന് മറ്റുള്ളവർ ഓതുന്നത് നിങ്ങൾ കേട്ടോളൂ. ആവശ്യമുള്ള നല്ല സന്ദർഭങ്ങളിലൊക്കെ നിങ്ങൾ ഓതിയിട്ടുണ്ട്. ഇപ്പൊ അനാരോഗ്യ സമയത്ത് ഓതാൻ കഴിയാത്തൊരു വിഷമമില്ലേ, ആ വിഷമത്തിന് അല്ലാഹു തആല കൂലി കൊടുക്കുന്നുണ്ട്. അത് ചെയ്യാതെ കിട്ടൂലട്ടോ, ചെയ്തെങ്കിലേ കിട്ടുള്ളൂ.
അങ്ങനെ പൂതിണ്ടായതുകൊണ്ട് കിട്ടൂല. ആരോഗ്യമുള്ള സമയത്ത് ഇബാദത്തെടുത്ത് യുവത്വത്തിൽ നല്ല പ്രസരിപ്പോടെ അധ്വാനിച്ച് നടന്നാൽ ഹദീസിൽ എന്താ പറഞ്ഞത്? അനാരോഗ്യം വന്നാൽ കുത്തിബ ലഹു മാ കാന യഅമലു ഫീ സിഹതിഹി. ആരോഗ്യമുള്ള സമയത്ത് അമല് ചെയ്യുന്നതിന് കണക്കാക്കിയിട്ട് അവന്റെ അമല് രേഖപ്പെടുത്തപ്പെടും. ആ നല്ല യുവത്വ പ്രസരിപ്പുള്ള കാലത്ത് ഓരോ ദിവസവും കഴിവിന്റെ പരമാവധി ഖുർആൻ നോക്കി ഓതിരുന്ന ആളാ, തഹജ്ജുദ് നിസ്കരിച്ചിരുന്ന ആളാ, സുന്നത്തൊക്കെ പതിവാക്കിയിരുന്ന ആളാണ്. ഇപ്പൊ അനാരോഗ്യം കൊണ്ടുള്ള ഒരു വിഷമല്ലേ? അല്ലാഹു തആല നേരത്തെ ഓതിയതിന്റെ കണക്കനുസരിച്ച് ഓരോ ദിവസവും ഓതിയതായിട്ടുള്ള കണക്ക് രേഖപ്പെടുത്തി. ഇപ്പൊ ചെയ്യാതെ മോഹം കൊണ്ട് അപ്പൊ കിട്ടൂല. അപ്പൊ നമുക്ക് മോഹം അധികരിക്കും. അനാരോഗ്യ സമയത്ത് മോഹം കൂടി വരും, താല്പര്യം കൂടി വരും, പക്ഷെ കഴിയൂലല്ലോ. ആരോഗ്യമുള്ള സമയത്ത് ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടില്ല, പിന്നെന്താ കിട്ടാനുള്ളത്? അതുകൊണ്ട് ആരോഗ്യമുള്ള സമയമാണത്, മുതലാക്കണം. രക്ഷിതാക്കളോട് പറയട്ടെ, നമ്മുടെ കുട്ടികൾ ചെറുപ്പക്കാരികളോട് രാത്രി സമയത്ത് ഉപകരണങ്ങളിൽ നോക്കി ഉറക്കമൊഴിക്കരുത് എന്ന് പ്രത്യേകം നിർദ്ദേശിക്കണം. ഉറങ്ങേണ്ട നേരത്തെ അവരെ ഉറക്കിപ്പിക്കണം. എന്നിട്ട് കണ്ണിന്റെ ഭംഗി നിലനിർത്തിയിട്ട് സുബ്ഹിന്റെ മുമ്പ് എഴുന്നേറ്റുകൊണ്ട് തഹജ്ജുദ് നിസ്കരിക്കണം. സുബ്ഹാനല്ലാഹ്, മഹാന്മാര് ആരോഗ്യകാലത്ത്, യുവത്വകാലത്ത് അവരെ ശരീരങ്ങളെ സംരക്ഷിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ദുആഇന് വലിയ ഇജാബത്ത് നൽകി. അവരുടെ ശരീരത്തിൽ അവര് അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ കാരണമായ രീതിയിൽ അവർ ജീവിച്ചപ്പോ അവരുടെ പ്രാർത്ഥനകൾക്ക് അള്ളാഹു വലിയ ഫലം നൽകി. നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം ജനങ്ങളെയും കൂട്ടിയിട്ട് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പുറപ്പെട്ടു. എല്ലാ മനുഷ്യന്മാരെയും കൂട്ടിയിട്ടുണ്ട്. ചെറിയ കുട്ടികളുണ്ട്, ചെറുപ്പക്കാരുണ്ട്, വലിയ വലിയ ആളുകളുണ്ട്, മൃഗങ്ങളുണ്ട്, സ്ത്രീകളുണ്ട്. എല്ലാവരെയും കൂട്ടി മഴയ്ക്ക് വേണ്ടി ദ്വാരക്കാൻ പോയപ്പോ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഈസാ നബിയെ നിങ്ങൾ മഴയ്ക്ക് വേണ്ടി ചോദിക്കരുത്. നിങ്ങളോടൊപ്പം ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്ത ആളുകളുണ്ട്, ഒരുപാട് തെറ്റുകൾ ചെയ്ത ആളുകൾ നിങ്ങളെ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് ആദ്യം അവരോടൊന്ന് തൗബ ചെയ്യാൻ പറയണം. എന്നിട്ട് അവർ തൗബ ചെയ്ത ശേഷം നിങ്ങൾ ദുആ ചെയ്യൂ. ഈസാ നബി അലൈഹിസ്സലാം ജനങ്ങളോട് പറഞ്ഞു, ജനങ്ങളെ, മൻ കാന മിൻ അഹ്ലിൽ ഖതായാ ഫല്യതസിൽ. കുറ്റം ചെയ്ത മെമ്പർമാരിൽപ്പെട്ട ആളുകളൊക്കെ അകന്നു നിന്നിട്ട് തൗബ ചെയ്യട്ടെ. ഒറ്റക്കൊറ്റക്ക് ഓരോ ഭാഗത്ത് നിന്ന് മനസ്സ് പൊട്ടിയിട്ട് ഇനി മേലാല് ചെയ്യൂലാന്ന് അള്ളാഹുവിന്റെ മുന്നിൽ കരഞ്ഞുകൊണ്ട് തൗബ ചെയ്തോ. മഴ വേണോ? നിങ്ങൾ ആദ്യം തൗബ ചെയ്യണം. എന്നിട്ട് ഒരുമിച്ച് കൂടി നമുക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്യാം. അല്ലാഹു തആല ദുആഇൽ ഇജാബത്ത് നൽകുന്ന മഹാനല്ലേ ഈസാ നബി അലൈഹിസ്സലാം. പക്ഷേ കൂടെ വന്ന ജനങ്ങളിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്ത ആളുകൾ ഉള്ളതുകൊണ്ട് ആദ്യം ഒന്ന് അവരോട് തൗബ ചെയ്ത് പ്രതിജ്ഞ എടുക്കാൻ പറഞ്ഞതാണ്. എന്നിട്ട് നിങ്ങൾ കൂടെ വന്നിട്ടൊന്ന് ദുആ ചെയ്യൂ. എല്ലാരും മാറി നിൽക്കുന്നു. അപ്പൊ ആളുകളൊക്കെ ഓരോ ഭാഗത്തേക്ക് തൗബക്ക് വേണ്ടി മാറിപ്പോയി. ഇല്ല റജുലുൻ, ഒരാൾ മാത്രം മാറി നിൽക്കണില്ല, അയാൾ അങ്ങനെ നിൽക്കുന്നു. ഈസാ നബി അലൈഹി സ്വലാം നിങ്ങളെന്താ പോയി ദ്വാരക്കാത്ത്? നോക്കുമ്പോ അയാളെ വലത്തെ കണ്ണിന് വലിയൊരു ആപത്ത് പറ്റിയിട്ടുണ്ട്. വലത്തെ കണ്ണില്ല, വലത്തെ കണ്ണിന് കാഴ്ചയുമില്ല. വലത്തെ കണ്ണിന്റെ അവിടെ ചെറിയൊരു അടപ്പാണുള്ളത്. വലത്തെ കണ്ണിന് എന്തോ ഒരു മുസീബത്ത് പറ്റിയിട്ടാ ഉള്ളത്. ഇടത്തെ കണ്ണ് നല്ലോണം കാണുന്നുണ്ട്. ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, മാലക ലാ തഅ്തസിൽ. എന്തേ സുഹൃത്തേ നിങ്ങൾ അകന്നുപോയി തൗബ ചെയ്യാത്തത് എന്തേ? ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, യാ റൂഹല്ലാഹ് മാഅസിതുല്ലാഹ തുർഫതൈൻ. ഒരു കണ്ണ് ചിമ്മുന്ന അത്ര പോലും ഞാൻ അല്ലാഹുവിന് ദോഷം ചെയ്തിട്ടില്ല. ഒരു കണ്ണിന്റെ ഇമ വെട്ടുന്ന അത്ര ചെറിയ തെറ്റുപോലും ഞാൻ അല്ലാഹുവിനോട് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിൽക്കുന്നത്. എന്റെ വലത്തെ കണ്ണുകൊണ്ട് അവിചാരിതമായി ഒരു പെണ്ണിന്റെ കാൽപാദത്തിലേക്ക് ഞാൻ ഒരിക്കൽ നോക്കിപ്പോയി. അറിയാതെ സംഭവിച്ചതാണ്. അന്ന് ഞാൻ എന്റെ കണ്ണ് പറിച്ചെടുത്തു. ഇങ്ങനെ ഒരു പെണ്ണിന്റെ കാൽപാദത്തിലേക്ക് നോക്കുന്ന കണ്ണെനിക്ക് വേണ്ട.
ഇന്ന് സഹോദരങ്ങളെ അങ്ങനെ ഒന്ന് ചിന്തിക്കുമ്പോ വലിയ ബേജാറില്ലേ? ഇന്ന് ആ നോട്ടത്തിനോ സ്പർശനത്തിനോ ദർശനത്തിനോ ഒരാൾക്കും പ്രശ്നമല്ലാതെ തോന്നുന്ന സമയമല്ലേ? റബ്ബ് സുബ്ഹാനഹു വ തആലയെ പേടിച്ചിട്ടല്ലേ കണ്ണ് ചൂഴ്ന്നെടുക്കുന്നത്? എന്റെ വലത്തെ കണ്ണ് ഞാൻ അങ്ങ് പറിച്ചെടുത്ത് കളഞ്ഞു. വലൗ നളർതു ഇലൈഹാ ബിൽ ഇസ്റാ, ഇടത്തെ കണ്ണുകൊണ്ടും ഞാൻ അങ്ങനെ നോക്കിയിരുന്നെങ്കിൽ ലഖലഅതുഹാ, ഇടത്തെ കണ്ണും ഞാൻ പറിച്ചു മാറ്റുമായിരുന്നു. ഇത് കേട്ടപ്പോ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം കരഞ്ഞുപോയി. ധാരാളം കരഞ്ഞിട്ട് അവിടുത്തെ താടിരോമങ്ങളൊക്കെ നനഞ്ഞുപോയി. എന്നിട്ട് പറഞ്ഞു ഫദ്ഉലനാ. നബിയായ ഈസാ നബി അലൈഹിസ്സലാം ആ ചെറുപ്പക്കാരനോട് പറയുന്നു, ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളൊന്ന് ദുആ ചെയ്യൂ. അൻത ഹഖു ബിദ്ദുആഇ മിന്നീ, എന്നെക്കാളും ദ്വാരക്കാൻ ബന്ധപ്പെട്ട ആള് നിങ്ങളോ? ഒരു കണ്ണുകൊണ്ട് അവിചാരിതമായൊരു നോട്ടം നോക്കിപ്പോയതിന് ഇത്രമാത്രം അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ച യുവാവാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ വലിയ സ്ഥാനമുള്ള ആളാണ്. ജനങ്ങളോട് മാറിപ്പോയി തൗബ ചെയ്യാൻ പറഞ്ഞപ്പോ നിങ്ങൾ മാത്രം ഈ മൈതാനത്ത് നിന്നു, ബാക്കിയുള്ളവരൊക്കെ തൗബക്ക് വേണ്ടി പോയി. നിങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഉറച്ചു പറഞ്ഞു. അവിചാരിതമായി സംഭവിച്ച തെറ്റിന് അല്ലാഹുവിനോടുള്ള പേടി കൊണ്ട് നിങ്ങൾ അപ്പോൾ തന്നെ പ്രതികാരം ചെയ്തു. നിങ്ങൾ ദ്വാരക്കൂ, ഞങ്ങൾ ആമീൻ പറയാം. ഈസാ നബി അലൈഹിസ്സലാമിന് എത്ര വലിയ സ്ഥാനമുള്ളത്, എത്രമാത്രം വലിയ ബഹുമാനമാണ് അല്ലാഹു നൽകിയിരിക്കുന്നത്. ഈസാ നബി അലൈഹിസ്സലാം പറയുന്നു ആ ചെറുപ്പക്കാരനോട്, നിങ്ങൾ ദ്വാരക്കി, നമ്മൾ ആമീൻ പറയാം. ആ സമയത്ത് ചെറുപ്പക്കാരൻ പറഞ്ഞു ഇന്നി, ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞു ഇന്നി മഅസൂമും ബിൽ വഹി വഅൻത ലം തുഅസം, ഞാൻ വഹി കൊണ്ട് മഅസൂമാണ്, എനിക്ക് അല്ലാഹു കാവൽ നൽകിയിട്ടുണ്ട്, ഞാനൊരു തെറ്റും ചെയ്യൂല. അതേ സമയത്ത് നിങ്ങൾ മഅസൂമല്ലാത്ത രൂപത്തിൽ തന്നെ തെറ്റ് ചെയ്യാതെ ജീവിച്ച ആളായല്ലോ. ആ നിലക്ക് നിങ്ങൾക്ക് ബഹുമാനമുണ്ട്. യുവതീ യുവാക്കളെ, നമ്മളെ കൂട്ടത്തിൽ ഏറ്റവും ബഹുമാനമുള്ളവര് അവരാണ്. റബ്ബ് സുബ്ഹാനഹു വ തആലയെ പേടിച്ച് മാറി നിന്ന യുവതീ യുവാക്കളില്ലേ, അവരെ പോലെ ബഹുമാനമുള്ളവരാരാ? അവരെ പോലെ സ്ഥാനങ്ങളുള്ളവരാരാണ്? ഈസാ നബി അലൈഹിസ്സലാം ദ്വാരക്കാൻ പറഞ്ഞപ്പോ രണ്ടാമതും അപേക്ഷിച്ചപ്പോ ആ ചെറുപ്പക്കാരൻ മുന്നോട്ട് നിന്നു. രണ്ട് കൈയും ഉയർത്തിയിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നക ഖലഖതനാ വഖദ് അലിംത മാ നഅമലു മിൻ ഖബ്ലി അൻ തഖ്ലുഖനാ. റബ്ബേ, ഞങ്ങളെ എല്ലാവരെയും നീ സൃഷ്ടിച്ചു, ഞങ്ങളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ എന്തെല്ലാം ചെയ്യുമെന്ന് നിനക്കറിയാമല്ലോ. ഫലം യംനഉക ദാലിക അല്ലാ തഖ്ലുഖനാ, എന്നിട്ടും അതൊക്കെ അറിഞ്ഞിട്ടും ഞങ്ങളെ സൃഷ്ടിക്കുന്നതിന് നിനക്ക് തടസ്സമായി ഒന്നും ഉണ്ടായില്ലല്ലോ. ഫകമാ ഖലഖതനാ വതകഫൽത ബിഅർസാഖിനാ, ഞങ്ങളെ നീ സൃഷ്ടിച്ചതുപോലെ ഞങ്ങൾക്കുള്ള റിസ്ക് നീ ഏറ്റെടുത്തതുപോലെ ഫഅർസിലിസ് സമാ അലൈനാ മിദ്റാറാ, ധാരാളം ഞങ്ങൾക്ക് മഴ തരൂ അല്ലാഹ്. ദ്വാരക്കുന്നത് ഈസാ നബി അലൈഹിസ്സലാം അല്ല, ഒരു തെറ്റും ചെയ്യാത്ത ചെറുപ്പക്കാരൻ മുന്നോട്ട് നിന്നിട്ടങ്ങ് ദ്വാർന്നപ്പോ ഈസാ നബി അലൈഹിസ്സലാം പറയാണ്, മാ ഖറജത്തിൽ കലിമത്തു താമ്മതൻ മിൻ ഫീഹി, അയാളെ നാവിൽ നിന്ന് ആ വചനം പുറത്തേക്ക് പൂർണ്ണമായി പുറപ്പെടുമ്പോഴേക്ക് മഴ ലഭിച്ചുപോയി. മരുഭൂമിയിൽ മാത്രമല്ല, ജനങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമല്ല, വനാന്തരങ്ങളിൽ വരെ മഴ വർഷിച്ചുപോയി. എത്ര വലിയ സ്ഥാനമാണ് ഈസാ നബി അലൈഹിസ്സലാം ആ ചെറുപ്പക്കാരന് നൽകിയത്. എന്തേ കാരണം? ആ ചെറുപ്പക്കാരൻ അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ചുപോയി. യുവതീ യുവാക്കളെ, നമ്മുടെ ആ യുവത്വത്തിന്റെ പ്രസരിപ്പുള്ള കാലമുണ്ടല്ലോ, റബ്ബിനെ പേടിച്ചാണ് നമ്മൾ കഴിയുന്നത്
കഴിയുന്നതെങ്കിൽ ആ കാലഘട്ടത്തിൽ അല്ലാഹു തആല തരുന്ന ബഹുമാനം പോലെ വേറൊരു ബഹുമാനമില്ല. ധൈര്യം വേണ്ടത് അപ്പോഴാണ്, തഖ്വക്ക് മൂർച്ച വേണ്ടത് അപ്പോഴാണ്, ഈമാനിന് ഊക്കുകൂടേണ്ടത് അപ്പോഴാണ്, ഈമാനികമായ വിഷയത്തിൽ മുന്നോട്ട് നിന്ന് ഉജ്ജ്വലമായി പ്രവർത്തിക്കേണ്ടത് അപ്പോഴാണ്. അതുകൊണ്ടാണല്ലോ ധൈര്യം അസ്ഹാബുൽ കഹ്ഫിന് കൂടുതൽ കിട്ടിയത്, ബഹുമാനം കൂടുതൽ കിട്ടിയത് യുവത്വത്തിന്റെ പ്രസരിപ്പിലാണ്. രാജാവിന്റെ മുന്നിൽ വെച്ച് ഇഷ്ടം പോലെ സുഖാഡംബരങ്ങളൊക്കെ നേർക്കുനേരെ കണ്ടിട്ട് ദുനിയാവിലേക്ക് അവരെ മനസ്സും ശരീരവും ചാഞ്ചല്യപ്പെട്ടു പോകാതെ, ഭീഷണിക്ക് മുന്നിൽ നിന്ന് പതറിപ്പോകാതെ ഉച്ചസ്ഥരം അവര് പറഞ്ഞു, റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർളി ലൻ നദഉ മിൻ ദൂനിഹി ഇലാഹാ. രാജാവേ, നിങ്ങൾ കൽപ്പിക്കുന്ന ഏതെങ്കിലും റബ്ബല്ല നമ്മളെ റബ്ബ്. റബ്ബുസ് സമാവാതി വൽ അർളി, ആകാശഭൂമികളെ സൃഷ്ടിച്ച് പരിപാലിച്ച് സംവിധാനിച്ചവനാ. നിങ്ങൾ ഈ സങ്കല്പിക്കുന്ന ഏത് ദൈവങ്ങൾ ആരാധിക്കാൻ പറഞ്ഞാലും ഞങ്ങളെ കിട്ടൂല. 7 ചെറുപ്പക്കാര് ഒറ്റയടിക്ക് ഉറച്ചു നിന്നങ്ങ് പറയണമെങ്കിൽ അവര് ഭാവിയിലേക്കുള്ള വരുമാനങ്ങളൊന്നും കണ്ടെത്തി പറഞ്ഞതല്ലത്. പക്ഷെ അവർക്കൊന്നുണ്ട്, അവരെ മനസ്സിൽ അല്ലാഹു തആല കൊടുത്ത ഈമാനിന്റെ ശക്തി. അതുകൊണ്ടല്ലേ വലിയ ബഹുമാനം അല്ലാഹു കൊടുത്തത്. യുവത്വത്തിൽ തന്നെ വലിയ ബഹുമാനം അല്ലാഹു തആല കൊടുത്തത്. അതുകൊണ്ടല്ലേ ആദ്യഘട്ടം, നന്നാകേണ്ട ഘട്ടം യുവത്വഘട്ടമല്ലേ. അതുകൊണ്ടാണ് സൂറത്തുൽ കഹ്ഫിലൂടെ ആദ്യം ആ വിഷയം പഠിപ്പിക്കുന്നത്. യുവതീ യുവാക്കൾ ഈമാൻ ഉറപ്പിച്ചു നിൽക്കണം, ചാഞ്ചല്യപ്പെട്ടു പോകാൻ പാടില്ല, വ്യതിചലിച്ചു പോകാൻ പാടില്ല, ഈമാനിൽ ഉറച്ചു നിന്നുകൊണ്ട് പ്രവർത്തിക്കണം. വലിയ ബഹുമാനമല്ലേ അല്ലാഹു അവർക്ക് കൊടുത്തത്. നമ്മുടെ യുവതീ യുവാക്കളെയും ആ രൂപത്തിൽ വളർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ വേണം. അപജയങ്ങളുടെ മാർഗങ്ങൾ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രദ്ധിക്കാനും സൂക്ഷിക്കാനുമുള്ള ഉപദേശങ്ങൾ നൽകണം. യുവാക്കൾക്ക് നല്ല ഉപദേശം നൽകണം. രക്ഷിതാക്കൾ അതിന് മടി കാണിക്കരുത്. ബഹുമാനപ്പെട്ട ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു തന്റെ മകനെ വിളിച്ച് ഉപദേശിച്ച ഉപദേശമില്ലേ? ഓരോ ബാപ്പയും ഓരോ ഉമ്മയും അവരുടെ യുവതീ യുവാക്കൾക്ക്, ചെറുപ്പക്കാർക്കും ചെറുപ്പക്കാരികൾക്കും കൊടുക്കേണ്ട ഉപദേശമാണ്. ആദ്യത്തെ ഉപദേശം പടച്ച റബ്ബിനെ ഓർമ്മപ്പെടുത്തുന്ന ഉപദേശമാണ്. യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ ഫതകുൻ ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർളി യഅതി ബിഹല്ലാഹ്. യാ ബുനയ്യ, ഓ കുഞ്ഞുമോനെ, നീ ആകാശഭൂമികളിൽ ഏത് രഹസ്യ കേന്ദ്രത്തിൽ ഒളിച്ചു നിന്നിട്ട് എന്ത് ചെറിയ വലിയ പ്രവർത്തനം ചെയ്താലും, നന്മ ചെയ്താലും തിന്മ ചെയ്താലും, യഅതി ബിഹല്ലാഹ്, റബ്ബത് അറിയും കേട്ടോ, അല്ലാഹു അതിന് സമീപിക്കും കേട്ടോ. ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ, അല്ലാഹു തആല സൂക്ഷ്മജ്ഞാനിയാണ്, ലതീഫാണ്. ഉപകരണങ്ങളെ കൊണ്ട് കണ്ടെത്താൻ കഴിയാത്തതും കാണാൻ കഴിവുള്ളവനാണ് റബ്ബ്. ചില ഉപകരണങ്ങളിൽ ചിലതൊന്നും പതിഞ്ഞില്ല എന്ന് വരാം. എത്ര ക്ലിയറുള്ള ക്യാമറ കൊണ്ടുവന്നിട്ടും പതിഞ്ഞില്ല എന്ന് വരാം. അങ്ങനെ പതിയാത്തതല്ലേ മനുഷ്യന്റെ മനസ്സിലുള്ളത്. ക്യാമറകൾക്ക് പകർത്താൻ പറ്റുമോ സഹോദരങ്ങളെ? അല്ലാഹു ഖബീർ, ഉള്ളിലുള്ള രഹസ്യങ്ങളെ വളരെ കൃത്യമായി അറിയുന്നവനാണ്. അതുകൊണ്ട് മോനെ, ഏത് സ്ഥലത്ത് നീ താമസിക്കുമ്പോഴും, ഏത് പാറയുടെ ഉള്ളിൽ സ്വകാര്യതയിൽ കഴിയുമ്പോഴും, ആകാശഭൂമികളുടെ ഏത് വിധാനത്തിലാണെങ്കിലും റബ്ബ് അറിയുമെന്നൊരു ബോധം, ആദ്യം നിനക്ക് വേണ്ട ബോധം അതാണ്. ജനങ്ങളിൽ നിന്നൊക്കെ മാറിയിട്ട് നീ ചെറുതായിട്ട് ചെറിയ ഒരു രൂപമായി മാറിയാലും, ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്ത ഒരു വിത്തിന്റെ ഒരു ധാന്യത്തിന്റെ തൂക്കമായി മാറിയാലും, അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ഒരു വാക്കാണ് പ്രവൃത്തിയാണ് നടത്തിയതെങ്കിലും റബ്ബത് അറിയുന്നു കേട്ടോ. അല്ലാഹുവിനെ കുറിച്ചുള്ള ബോധം റബ്ബ് സുബ്ഹാനഹു വ തആല നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ള ഉത്തമ ബോധം, അത് പഠിപ്പിച്ച ശേഷം മഹാനവറുകൾ പറഞ്ഞു, യാ ബുനയ്യ അഖിമിസ് സ്വലാ,
എല്ലാ മക്കൾക്കും ബാപ്പ ഉമ്മമാര് നൽകേണ്ട ഉപദേശമാണ് അഖിമിസ്സലാ, കൃത്യമായും നിത്യമായും നിസ്കാരം നിലനിർത്തണേ. അതിലൊരു മാറ്റവും ഉണ്ടാകാൻ പാടില്ല. അതേത് പഠനത്തിലാണെങ്കിലും, ഏത് തൊഴിൽ മേഖലയിലാണെങ്കിലും, ഏത് യാത്രയിലാണെങ്കിലും അഖിമിസ്സലാ, നീ പൂർണ്ണനാകണോ, നീ നല്ലവനാകണോ, തികഞ്ഞവനാകണോ, നിസ്കാരം കൃത്യമായും നിത്യമായും നിർവഹിക്കണം. നിസ്കാരം നേരെ ചൊവ്വേ നിർവഹിക്കുന്ന ആണ് പെണ്ണുങ്ങളിൽ കാര്യമായി വലിയ തെറ്റുകളൊന്നും ഉണ്ടാകൂല. നിരീക്ഷിച്ചു യുവതി യുവാക്കളിൽ നേരെ ചൊവ്വേ 5 വക്ത് നിസ്കാരം നിർവഹിക്കുന്ന ആളുകളാണെങ്കിൽ വലിയ തെറ്റുകുറ്റങ്ങളൊന്നും ഉണ്ടാകില്ല. ചെറുത് സ്വാഭാവികമായിട്ടും മനുഷ്യന്മാരും മാസൂമിയങ്ങളല്ലല്ലോ, വന്നുപോയേക്കാം. ഗുരുതരമായ പിശകുകളൊന്നും ഉണ്ടാകൂല. കാരണം നിസ്കാരം എന്നതുകൊണ്ട് അവർക്കൊരു വൃത്തി അല്ലാഹു തആല നൽകുന്നുണ്ട്. അതുകൊണ്ടാണ് അത് അത്രയും കൃത്യമായി പാലിക്കാൻ പറഞ്ഞത്. അഖിമിസ്സലാ, എന്തിനാണ് നിസ്കാരം നിർവഹിക്കുന്നത്? നീ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു പൂർണ്ണത പ്രാപിച്ച ആളാകാൻ വേണ്ടിയിട്ട് കൃത്യമായും നിത്യമായും നിസ്കരിക്കണം. അതിൽ മാറ്റം ഉണ്ടാകാൻ പാടില്ല. അതെപ്പോഴും തുടർന്നുകൊണ്ടിരിക്കണം. വഅ്മുർ മഅറൂഫി വൻഹാനിൽ മുൻകരി, നിസ്കരിച്ചാൽ മാത്രം പോരാ, നന്മ കൊണ്ട് നീ കൽപ്പിക്കണം, തിന്മയിൽ നിന്ന് മറ്റുള്ളവരെ നീ വിരോധിക്കണം. അത് മറ്റുള്ള ആളുകളെ കൂടി നന്നാക്കാൻ അല്ലാഹു നിന്നെ ഏൽപ്പിക്കുന്ന ഒരു ഡ്യൂട്ടിയാണ്. നീ നിസ്കരിക്കുന്നുണ്ട്, നിന്റെ കൂടെ നടക്കുന്ന ഒരു കൂട്ടുകാരനുണ്ട്, അവൻ മയക്കുമരുന്നിന്റെ അടിമയാണോ, ഉപദേശിച്ചവനെ നന്നാക്കണം. നീ നല്ല സ്വഭാവവും സ്നേഹവും പകർത്തിക്കൊടുത്തവനെ നന്നാക്കണം. അല്ലെങ്കിൽ നീ അതിൽ നിന്ന് വിട്ടു നിന്നുകൊണ്ട് അവനോട് പറയണം, എനിക്ക് എന്തെല്ലാം ഗുണമുണ്ട് എന്നറിയോ, നിനക്കും അതുപോലെ ഗുണം വേണ്ടേ, നീ നന്നാകണം. തിന്മയിൽ നിന്ന് മാറി നിൽക്കുന്നത് കൊണ്ട് എത്രയെത്ര പുരുഷന്മാരെ സ്ത്രീകളും എത്രയെത്ര സ്ത്രീകളെ പുരുഷന്മാരും നന്നാക്കിയിട്ടുണ്ട്. നന്മ കൽപ്പിച്ചുകൊണ്ട് നന്നാക്കിയതാണ്, തിന്മ വിലക്കിക്കൊണ്ട് നന്നാക്കിയതാ. മുൻഗാമികളിൽ ജീവിച്ച ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. ആ ചെറുപ്പക്കാരന് സഹോദരങ്ങളെ നമ്മളെ നാട്ടിലൊക്കെയുള്ള കൊല്ലപ്പണിക്കാരെ പോലത്തെ പണിയാണ്. കത്തിയും മറ്റുമൊക്കെ നന്നാക്കുന്ന പണിയില്ലേ, എന്താ പറയാ, ഇവിടെ അതിനെന്താ പറയാ പേര്, കൊല്ലന്മാരെ പണിക്കൊണ്ട് എന്താ പറയാ, ഇരുമ്പിന്റെ ആശാരി ആയിക്കോട്ടെ. ആ പണി അപ്പോഴാണ് എല്ലാവർക്കും തിരിഞ്ഞു, എല്ലാവരും ചിരിക്കുന്നുണ്ട്. ഞാൻ കൊല്ലം നടപ്പോ വിചാരിച്ചു എന്തോ ഒരു കൊല്ലത്തിന് കണക്കുണ്ടാണ് എന്ന്. കൊല്ലപ്പണി എന്നാണ് നമ്മളെ നാട്ടിലൊക്കെ പറയാ. ഇരുമ്പുന്തൊക്കെ നന്നാക്കുന്ന പണിയില്ലേ, ആ പണി. അങ്ങനെ പണിയെടുക്കുന്ന ഒരു ഹദ്ദാദ് എന്നാണ് അറബിയിൽ പറയാം. അങ്ങനത്തെ ഒരു പണിക്കാരുണ്ടായിരുന്നു പഴയ കാലത്ത്. നല്ല കാശുള്ള ആളാണ് ചെറുപ്പക്കാരൻ. ഈ ചെറുപ്പക്കാരന്റെ കണ്ണിൽ ഒരു പെണ്ണ് വിട്ടുപോയി. അങ്ങനെ വിട്ടുപോകാലോ, പെട്ടുപോകുന്ന വലിയൊരു പെടലാണ്. പെടാതെ വിടാണ് നല്ലത്, പെട്ടുപോയാ പിന്നെ കുടുങ്ങിയതന്നെ. പക്ഷെ ആ പെണ്ണിന് ഭർത്താവുണ്ട്, കുട്ടികളുണ്ട്, അതല്ലേ രസം. അപ്പൊ പിന്നെ ഈ കണ്ണങ്ങോട്ട് പെട്ടുപോയിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ഒരു ദിവസം ആ പെണ്ണ് ഇയാളെ മുന്നിൽ ഒരു കത്തി നന്നാക്കാൻ വേണ്ടി വന്നപ്പോ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, നിന്റെ ശരീരത്തിൽ ഞാൻ കുറെ ദിവസമായി ആഗ്രഹിക്കുന്നു. പെണ്ണ് പറഞ്ഞു, നീ ആഗ്രഹിച്ചിട്ട് കാര്യം, എനിക്ക് ഭർത്താവ് വരണ്ടെന്നോ. നീ ആഗ്രഹിക്കണ വെറുതെ അങ്ങനെ ആഗ്രഹിച്ചു വന്നോ, കാര്യമൊന്നുമില്ല. എനിക്ക് ഭർത്താവുണ്ട്, മക്കളുണ്ട്, എനിക്ക് ഹലാലായ നിലക്ക് സുഖം തരാൻ അല്ലാഹു തആല നല്ല ഹലാലായ നിലക്ക് ഭർത്താവിനുണ്ട്. നീ ഇങ്ങനെ ആഗ്രഹിച്ചു, ഞാൻ എന്ത് ചെയ്യാനാ, അവിടൊന്നും കാര്യമില്ല. അങ്ങനെ പിന്നെയും ഈ ചെറുപ്പക്കാരന് ഈ ഒരു കാഴ്ച തന്നെ. പക്ഷെ ആ പെണ്ണ് അതിന് ഒതുങ്ങിയില്ല. കുറെ വർഷങ്ങൾ കഴിഞ്ഞപ്പോ ആ പെണ്ണിന്റെ ഭർത്താവ് മരണപ്പെട്ടുപോയി. പുതിയാപ്പിള മരണപ്പെട്ടു പോയപ്പോൾ മക്കളെ പരിരക്ഷിക്കാൻ ഈ പെണ്ണ് വല്ലാതെ പ്രാരാബ്ദം അനുഭവിക്കേണ്ടി വന്നു, ബുദ്ധിമുട്ട് തരണം ചെയ്യേണ്ടി വന്നു. ഒരു ദിവസം ഈ ചെറുപ്പക്കാരന്റെ അടുത്തേക്ക് കടം ചോദിക്കാൻ വേണ്ടി ഈ പെണ്ണ് വന്നു. ഗത്യന്തരമില്ലാതെ ഇവന്റെ കയ്യിൽ ഇഷ്ടം പോലെ കാശുണ്ട്. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, നിന്റെ ഭർത്താവ് മരണപ്പെട്ടു, ഇദ്ദയും കഴിഞ്ഞു അല്ലേ, കഴിഞ്ഞു. ഒരു പുതുജീവിതം ഞാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം മക്കള് ചെറിയവരുണ്ട്, അവരെ പോറ്റി വളർത്തി നന്നാക്കി കൊണ്ടുവരണം, അത് വലിയൊരു പ്രതിഫലമുള്ള സംഗതിയാണ്. അങ്ങനെ വിചാര വികാരങ്ങളെ നിയന്ത്രിക്കുന്ന പെണ്ണിന് അർശിന്റെ തണൽ നൽകുമെന്ന് അഷ്റഫുൽ ഖൽഖ്
ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചിരുന്നത് ചെറിയൊരു ചുമതലയല്ല അത്. വികാര വിചാരങ്ങൾ ശമിക്കുന്നതിന്റെ മുമ്പ് 1, 2, 3 മക്കളെ നൽകിയിട്ട് ഭർത്താവ് മരണപ്പെട്ടു പോയി, വേറെ വിവാഹത്തിന് ആളുകൾ വന്ന് സമ്മതം ചോദിച്ചിട്ടും എന്റെ മക്കളെ നോക്കി വളർത്തിയിട്ടൊന്ന് നന്നാകണം, അല്ലെങ്കിൽ മരിക്കും വരെ ഇങ്ങനെ ജീവിക്കണം എന്ന് ചിന്തിക്കുന്ന പെണ്ണുണ്ടല്ലോ, ആ യതീമുകളെ വളർത്തി വരുന്ന പെണ്ണ്, ആ പെണ്ണിനെ അർശിന്റെ തണലാണ്. കാരണം ആ പെണ്ണ് നിയന്ത്രിക്കുന്ന നിയന്ത്രണം ചെറിയൊരു നിയന്ത്രണമല്ല, ആ പെണ്ണിന്റെ ക്ഷമ ചെറിയൊരു ക്ഷമയല്ല. ഈ ചങ്ങാതി ഹദ്ദാദ്, ഈ ഇരുമ്പ് നന്നാക്കുന്ന ചെറുപ്പക്കാരൻ, നിനക്ക് എന്റെ കയ്യിൽ നിന്ന് കടം വേണോ? അതെ, കടത്തിന് വേണ്ടി വന്നതാണ്. എന്നാ നിന്നോട് എനിക്കൊരൊറ്റ നിബന്ധന വെക്കാനേ ഉള്ളൂ, നിന്റെ ശരീരം നീ എനിക്ക് സമർപ്പിച്ചാലേ കടം തരൂ. ആ പെണ്ണ് കുറെ നേരം ചിന്തിക്കുന്നു, അല്ലാ, കടം കിട്ടാൻ ചോദിക്കാൻ ഈ നാട്ടില് എനിക്ക് പരിചയമുള്ള വേറെ ആരുമില്ലല്ലോ. ഇയാള് പണം തന്നില്ലെങ്കിൽ എന്റെ മക്കള് പട്ടിണി കിടന്നു മരിച്ചു പോകുമല്ലോ. റബ്ബേ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? കുറെ നേരം ഇങ്ങനെ ചിന്തിച്ചപ്പോ വീണ്ടും ചോദിച്ചു, നീ എന്താണ് ആലോചിക്കുന്നത്? ഞാൻ പറഞ്ഞതിന് നീ ഒരുക്കമാണോ? അതേ, ഒരുക്കമാണെന്ന് ഈ പെണ്ണ് നിർബന്ധിതയായിട്ട് മറുപടി പറഞ്ഞു. എന്നാൽ ആ റൂമിലേക്ക് മാറി നിന്നോ, ഞാൻ അങ്ങോട്ട് വരാം. കുറനാളത്തെ പ്രതീക്ഷയും വെച്ച് ഈ പണിക്കാരനായ ഇരുമ്പും മറ്റും റെഡിയാക്കുന്ന ചെറുപ്പക്കാരൻ, തേച്ച് മിനുക്കി നന്നാക്കി കൊടുക്കുന്ന ചെറുപ്പക്കാരൻ എപ്പോഴും ചൂടിന്റെ മുന്നിലല്ലേ പണിയെടുക്കുന്നത്, തീക്കനലിന്റെ ചൂടല്ലേ അവന്റെ ശരീരത്തിലേൽക്കുന്നത്. അവൻ വൃത്തിയായി ക്ലീനായി നല്ല വസ്ത്രം ധരിച്ച് ഈ പെണ്ണിനെ താമസിപ്പിച്ച റൂമിലേക്ക് അങ്ങ് ചെന്നപ്പോൾ ആ പെണ്ണിന്റെ ശരീരം വിറക്കുകയാണ്, രോമങ്ങൾ വിറക്കുന്നു, തൊലിയും വിറക്കുന്നു. ഈ ചെറുപ്പക്കാരൻ ചോദിച്ചു, പെണ്ണേ, ഞാൻ നിന്നെ നിർബന്ധിച്ചിട്ടില്ലല്ലോ, നിന്റെ കൈയും കാലും കെട്ടിയിട്ടിട്ടില്ലല്ലോ, നിന്നെ ഉന്തിത്തള്ളിക്കൊണ്ടുവന്ന് ഈ റൂമിലാക്കിയതല്ലോ, ഗത്യന്തരമില്ലാതെ നീ എന്റെ അടുത്ത് വന്ന് പണം ചോദിച്ചപ്പോ ഞാനൊരു കണ്ടീഷൻ വെച്ചതാണല്ലോ, അതിനനുസരിച്ചല്ലേ നീ റൂമിലേക്ക് നിന്നത്. അപ്പോഴാണ് ആ ചെറുപ്പക്കാരിയായ പെണ്ണ് പറയുന്നത്, ഇതെന്റെ ജീവിതത്തിൽ പരിചയമില്ലാത്തതാ, ഞാൻ എന്റെ റബ്ബിന്റെ മുന്നിലേക്ക് നാളെ ആഖിറത്തിൽ പോകുമ്പോ ഇതുവരെയുള്ള ജീവിതം എനിക്ക് സന്തോഷമാണ്, ഈ ഒരൊറ്റ കറ കൊണ്ട് ഞാൻ തോറ്റുപോകുമോ? ഞാൻ അല്ലാഹുവിന്റെ മുന്നിൽ ഒന്നിനും കൊള്ളാത്ത പെണ്ണായി പോകുമോ എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് ഞാൻ ചിന്തിച്ചപ്പോ പേടിച്ച് പേടിച്ച് വിറച്ചുപോയി. അപ്പോഴാണ് ആ ചെറുപ്പക്കാരൻ പറയുന്നത്, വർഷങ്ങളോളം ആ പെണ്ണിന്റെ ശരീരത്തിന്റെ ഭംഗി ആകർഷിച്ച് മനസ്സിൽ താലോലിച്ച് സ്വപ്നം കണ്ട് നടന്ന ചെറുപ്പക്കാരൻ പറയുന്നു, പെണ്ണേ, വേണ്ട വേണ്ട, നീ എനിക്ക് വഴിപ്പെടേണ്ട, നീ നിന്റെ വീട്ടിലേക്ക് പോയിക്കോ, അവിടെ കാണുന്ന ദീനാറ് നീ എടുത്തുകൊണ്ട് പോയിക്കോ, അത് കടമായിട്ടല്ല എന്റെ വകയായിട്ടാണ്. അന്ന് ആ പെണ്ണ് ഈ രൂപത്തില് ഒരൊഴിവ് കഴിവ് കിട്ടിയിട്ടും എല്ലാ ചേൻസ് ഒഴിവായി കിട്ടിയിട്ടും നല്ല ഭാവത്തോടെ ചിരിച്ചേച്ച ചെറുപ്പക്കാരനില്ലേ, ആ ശരീരത്തിലേക്ക് കടന്നാക്രമണം ചെയ്യാതെ, ആരും കാണൂലല്ലോ, ഒരു സുഖെങ്കിലും കിട്ടട്ടെ എന്ന് കരുതി വരാതെ, ഈ പെണ്ണിന്റെ തഖ്വ കണ്ട്, ഖശിയത്ത് കണ്ട്, ഭക്തി കണ്ട് മാറി നിന്ന ചെറുപ്പക്കാരന് ആ പെണ്ണിന്റെ നാവിലൂടെ ഒരു പ്രാർത്ഥന വന്നുപോയി, എന്നാൽ ദുനിയാവിലും ആഖിറത്തിലും തീ നിനക്കൊരു ഉപദ്രവവും ചെയ്യാതിരിക്കട്ടെ. ആഖിറത്തിൽ തീ നിന്നെ ഇടങ്ങേറാക്കൂല, ദുനിയാവിലും തീ നിന്നെ ഇടങ്ങേറാക്കൂല. പടച്ച റബ്ബിനെ പേടിച്ച നാവ് കൊണ്ട് പറഞ്ഞതല്ലേ, അല്ലാഹ് അതങ്ങ് കബൂലാക്കി പോയി. പിറ്റത്തെ ദിവസം ജോലിക്കാര് വന്നു നോക്കുമ്പോ നേരെ തീയിൽ നിന്ന് കൈയിട്ടിട്ടാണ് ഇരുമ്പെടുക്കുന്നത്, കൈ പൊള്ളുന്നില്ല.
നല്ല ചുട്ടുപഴുത്ത ഇരുമ്പുണ്ടല്ലോ, നല്ല ഹലുവ കഷ്ണം പോലെ ചൂട് പിടിച്ച് ചുട്ടുപഴുത്ത ഇരുമ്പില്ലേ, കൈകൊണ്ട് നേരെ പൊക്കിയെടുത്തിട്ട് ഒരു ഭാഗത്തേക്ക് വെച്ചിട്ട് കയ്യിൽ തന്നെ വെള്ളമെടുത്തിട്ട് ഒന്ന് തടവി റെഡിയാക്കിയിട്ട് തീയിലേക്ക് കൈ കൊണ്ടുപോകുന്നതും തീയിൽ നിന്ന് ഉപകരണങ്ങൾ എടുക്കുന്നതും കണ്ടപ്പോ നോക്കി നിന്നിട്ട് അന്താളിച്ചു പോയ കൂട്ടുകാര് സഹപ്രവർത്തകർ ചോദിച്ചു, സുഹൃത്തേ എങ്ങനെ സാധിച്ചു? അപ്പോഴാണ് പറഞ്ഞത്, പടച്ച റബ്ബിനെ പേടിച്ച ഒരു ചെറുപ്പക്കാരിയായ പെണ്ണിന്റെ നാവിലൂടെ ആ പെണ്ണിന്റെ ഭക്തിയും ബോധവും മനസ്സിലാക്കി ഞാനങ്ങ് വിട്ടുകൊടുത്തപ്പോ ലാ യദുറുക്കന്നാറു ഫിദ്ദുന്യാ വല്ലാഖിറ, ദുനിയാവിലും ആഖിറത്തിലും തീ നിനക്ക് ഇടങ്ങേറൊന്നും വരുത്താതിരിക്കട്ടെ, തീ നിന്നെ ബുദ്ധിമുട്ടിക്കാതിരിക്കട്ടെ എന്നൊരു പ്രാർത്ഥന പറഞ്ഞുപോയി. അല്ലാഹ് അതങ്ങ് സ്വീകരിച്ചു. ഇനി ഒരു പെണ്ണിലേക്കും ഞാൻ ആഗ്രഹിക്കാനില്ല. സുബ്ഹാനല്ലാഹ്. ആ ഭക്തിയുള്ള പെണ്ണാണ് ആ ചെറുപ്പക്കാരനെ നന്നാക്കിയത്. ആ പെണ്ണിന്റെ ഭക്തി കൊണ്ട് ആ ചെറുപ്പക്കാരൻ, സാധാരണ പണിക്കാരനായ ചെറുപ്പക്കാരൻ എത്രയോ ഉയരത്തിലേക്ക് എത്തി. അത് സത്യത്തിൽ ഒരു അംറും ബിൽ മഅറൂഫ് നഹ്യുൻ അനിൽ മുൻകറാണ്. വഅ്മുർ ബിൽ മഅറൂഫി വൻഹ അനിൽ മുൻകരി, നന്മ കൊണ്ട് കൽപ്പിക്കണം എന്ന കൽപ്പനയാണ് ആദ്യഘട്ടത്തിലൊക്കെ കൊടുത്തത്. നിന്റെ ശരീരത്തെ ഞാൻ ആകർഷിച്ചു കേട്ടോ. ഇപ്പൊ അങ്ങനെ പറഞ്ഞ ആകർഷിച്ചോ എന്നാ തൽക്കാലം ഇപ്പൊ പറയാൻ നേരല്ലതാ, ഈ ഫോൺ നമ്പറിൽ പിന്നെ വിളിച്ചോളൂ എന്ന് പറഞ്ഞു, പിന്നെ ചാറ്റ് ചെയ്തോളൂ. ഇപ്പൊ നേരല്ല, രാത്രി 12 മണിക്ക് ശേഷം, അപ്പോഴേ മൂപ്പർ ഉറങ്ങുള്ളൂ. ആര്? തൊട്ടടുത്ത് ഭർത്താവിനെ ഉറക്കി കിടത്തി ഇവൾ ചാറ്റ് ചെയ്യാ, അല്ലെങ്കിൽ ഭാര്യയെ ഉറക്കി കിടത്തി ഭർത്താവ് ചാറ്റ് ചെയ്യാൻ. ഇത്ര വലിയ വഞ്ചന ദുന്യാവിൽ ഏതാ ഉള്ളത്? സ്വന്തം ഭാര്യയെ അപ്പുറത്ത് ഉറങ്ങിക്കിടക്കുമ്പോ ഇപ്പുറത്തിൽ ചാറ്റ് ചെയ്യും നടത്തുന്ന ചതിയല്ലല്ലോ. സുബ്ഹാനല്ലാഹ്. എങ്ങാനും ഈ ചെറുപ്പക്കാരന്റെ മനസ്സിലോ ചെറുപ്പക്കാരിയുടെ മനസ്സിലോ അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യവും ശത്രുതയും കൂടി വന്നിട്ട് പിശാചി ജീവിതം എങ്ങനെങ്കിലും ഒന്ന് തീർത്തു കളയണമെന്ന് ചിന്തിക്കുമ്പോ അപ്പുറത്ത് വല വീശുന്നവളുടെ കെണിയിലകപ്പെടാൻ വേണ്ടി അല്ലാഹ് ഹലാലാക്കി കൊടുത്ത സന്തോഷമുള്ള ജീവിതം കത്തിവെച്ചു പോകുന്നു. പിന്നെ നരകത്തിലേക്ക് പോകാനുള്ള അവസരം എളുപ്പമായി കിട്ടുന്നു. സഹോദരങ്ങളെ, അവിടൊക്കെ ചിന്തിക്കേണ്ട ലോകം ആഖിറമാണ്, പരലോകമാണ് ചിന്തിക്കേണ്ടത്. ആ പരലോകത്തെ ചിന്തിച്ചാണ് മാറി നിൽക്കേണ്ടത്. മഹാന്മാരും മഹത്തുക്കളൊക്കെ മാറിയതുപോലെ ബഹുമാനപ്പെട്ട സയ്യിദത്തുന ബീവി ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹയിലെ കൂട്ടുകാരികളെ ഏറ്റവും നല്ല ചൊറുചൊറുക്കുള്ള യുവതി ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ പോലെ ഭംഗിയുള്ളൊരു പെണ്ണ് ലോകത്ത് ആരാണ്? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ നടത്തം കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുള്ള കാലത്ത് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ നടന്നു വരുമ്പോ ആയിഷ റളിയല്ലാഹു അൻഹക്ക് പറയാറില്ലേ, ലാ തുഖ്തിഉ മിശിയതുഹാ മിൻ മിശിയത്തി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖത്തു. മുത്തുനബി തങ്ങൾ അതേ നടത്തമാ, നടത്തത്തിനൊരു മാറ്റവുമില്ല. ദുനിയാവിലെ സ്ത്രീകളിൽ ഏറ്റവും സൗന്ദര്യമുള്ള മഹദി ആ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ജീവിച്ചതുപോലെ അച്ചടക്കത്തോടെ ഒതുക്കത്തോടെ ജീവിക്കണം, നല്ല മറവോടെ ജീവിക്കണം, നല്ല ഭക്തിയോടെ ജീവിക്കണം. ആ ഭക്തിയുടെ സൗന്ദര്യമാണ് എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, യുവതികൾക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത്. സൗകര്യമാണ് ഉണ്ടാക്കി കൊടുക്കേണ്ടത്. പുറത്ത് നടന്നിട്ട് സിന്ദാബാദ് മുഴക്കാൻ പറഞ്ഞാല് എല്ലാ ചെറുപ്പക്കാരും റെഡിയാണ്, അല്ലേ? റെഡിയാണ്. എന്തിന്? ഹിജാബ് നിരോധിക്കുന്നു എന്ന് പറയുമ്പോഴേക്ക് സിന്ദാബാദ്. അപ്പൊ ഒരാൾ വന്നവരോട് ചോദിക്കുക, അല്ല നീ എന്തിനാ സിന്ദാബാദ് വിളിക്കുന്നത്? ഇന്നലെ നീ നിന്റെ പെണ്ണുങ്ങളെ കൊണ്ടുപോകുമ്പോ തട്ടം പോലും ഇല്ലല്ലോ കഴുത്തില്, പിന്നെ നീ എന്തിനാ ഹിജാബിന് വേണ്ടി? ആർക്ക് വേണ്ടി ഹിജാബ്? സമൂഹത്തിന് വേണ്ടി മാത്രമോ? നിനക്കാവശ്യമില്ലേ? നീ നിന്റെ പെണ്ണുങ്ങളുമായിട്ട് ഇന്നലെ പോകുന്ന സമയത്ത് കഴുത്തും മാറും കാതും ഒക്കെ കാണിച്ചല്ലേ പോകുന്നത്? പിന്നെ നിന്റെ ഈ പ്രഖ്യാപനത്തിന് വല്ല ഹൈറുണ്ടോ? വല്ല സദുദ്ദേശമുണ്ടോ?
നന്മ കൊണ്ട് കൽപ്പിക്കണം, തിന്മ കൊണ്ട് തടയണം. അതിനല്ലേ നീ മുദ്രാവാക്യം വിളിക്കാൻ വന്നത്? നിന്റെ പെങ്ങളും കുടുംബവും ഒന്നിച്ചു പോകുമ്പോഴല്ലേ എല്ലാവരും ഇടക്കിടക്ക് ഇങ്ങനെ വലിച്ചിടുന്ന ഒരു ഷാള് പോലെ, ഒരു സ്പ്രിംഗ് ആക്ഷൻ പോലെ ഒരു സാധനമായിട്ട് പോകുന്നത് കണ്ടത്? അതിലാകെ ഒരു ഉമ്മ മാത്രമുണ്ട്, ഒരു മക്കനെ ധരിച്ച് മട്ടത്തിൽ പോകുന്നത്, ബുർഖ ധരിച്ചു പോകുന്നത്. അപ്പൊ ഇയാള് പറയാണ്, ആ പൊസിഷനിലെത്തുമ്പോ എന്റെ പെണ്ണുങ്ങളും അങ്ങനെ ആകുമെന്ന്. അങ്ങനെ ആയാ മതിയോ? അങ്ങനെ ഉണ്ടോ ഒരു നിയമം? 50 കഴിഞ്ഞിട്ട് 55 ഉമ്മാമയാകുമ്പോ മാത്രം ബുർഖ ധരിച്ചാ മതി, മക്കനെ ഇട്ടാ മതി. അതുവരെ കുറച്ചൊക്കെ അടിച്ചുപൊളിയായിട്ട് ആൾക്കാർ കാണുമ്പോ ഒരു അങ്ങനല്ലേ, അങ്ങനെ ഉണ്ടാകുമ്പോ അങ്ങനെ നടക്കണം. അങ്ങനെ ഉണ്ട് ഇസ്ലാമിന്റെ നിയമം. അങ്ങനെ ഭേദഗതി ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ പിന്നെ അല്ലാഹു തആല ഖുല്ലി അസ്വാജിക വ ബനാതിക വ നിസാഇൽ മുഅ്മിനീന യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന എന്ന് കൽപ്പിക്കോ? മുത്തനബി തങ്ങളോട് പറഞ്ഞു, അവിടുത്തെ പത്നിമാരോട് പറയണം. ആ പത്നിമാരുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ മഹദിയല്ലേ ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ. തങ്ങള് വഫാത്താകുമ്പോ 18 വയസ്സല്ലേ ആയിഷ ബീവി റളിയല്ലാഹു അൻഹക്കുള്ളൂ. ആ ഭാര്യമാരോട് പറയണം, പെൺമക്കളോട് പറയണം. എത്ര ചെറിയ പ്രായമുള്ള പെൺമക്കളാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പെൺമക്കള്. വനിസാഇൽ മുഅ്മിനീൻ, ലോകത്തുള്ള എല്ലാ മുഅ്മിനീങ്ങളായ സ്ത്രീകളോടും പറയണം, യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന, അവരുടെ തട്ടം ധരിച്ചിട്ട് ബാക്കിയുള്ള ഭാഗങ്ങള്, അവരുടെ തട്ടം ധരിച്ചിട്ടുള്ള ബാക്കിയുള്ള ഭാഗങ്ങള് തായോട്ട് താഴ്ത്തിയിടണം എന്ന് പറയുന്നതിന് പകരം ജിൽബാബ് തായോട്ട് താഴ്ത്തിയിടണം. ജിൽബാബ് എന്ന് പറഞ്ഞപ്പോ ആർക്കും തിരിയാത്തുണ്ടോ? ഉണ്ടാ? ജിൽബാബ് ഖുർആൻ അതേ ഭാഷയല്ലേ പറഞ്ഞത്? ജലാബീബ്, ജിൽബാബ്, മുഖമൂടി, മുഖമ്മറ. അത് തായോട്ട് ഇങ്ങനെ താഴ്ത്തിയിടണം, മേലോട്ട് പൊക്കിയിടാൻ പറ്റുന്നതാണിത്. തായോട്ട് താഴ്ത്തിയിടണം. യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന, നല്ലവരാണ് അറിയപ്പെടാനുള്ള അടയാളമാണ്. മറ്റുള്ളവരെ ശല്യം ചെയ്യാതിരിക്കാനുള്ള അടയാളമാണ്. ശല്യം ചെയ്യാതിരിക്കാനുള്ള അടയാളല്ലേ? ഇത് കാണുന്നവരല്ലേ ഒന്ന് സംസാരിക്കാനും ഒന്ന് ഫോട്ടോ എടുക്കാനും നമ്പർ പരതാനൊക്കെ തോന്നുക. കാണുമ്പോ ഒന്ന് ഫോട്ടോ എടുക്കും. പിന്നെ ആ ഫോട്ടോ എന്താ പറയല്, ഇൻസ്റ്റാഗ്രാമോ എന്തൊക്കെ ഗ്രാമുണ്ട്, അതിൽ അയച്ചു കൊടുക്കും. അയച്ചു കൊടുക്കുമ്പോ തപ്പി തരേണ്ട നമ്പർ കിട്ടും. നമ്പർ കിട്ടുമ്പോ പിന്നാലെ കൂടും. പിന്നാലെ കൂടിയാൽ പിന്നെ മുന്നിലും പിന്നിലും ഒക്കെ ആളായി മാറി. പിന്നെ മറ്റേ ആളെ തട്ടി. പിന്നെ പെണ്ണ് പറയും, നിങ്ങൾ എന്നെ തൊലാക്കുന്നില്ലെങ്കിൽ ഞങ്ങളെ ഫുൽ ചെയ്യാണ് എന്ന് പറയും. ലാസ്റ്റ് കണ്ടെത്തുന്ന മാർഗാണ്. കുട്ടികൾ 2 ഫുൽ ചെയ്ത് ജീവിതം മടുത്തു. അപ്പൊ മറ്റേ ആള് പറഞ്ഞു, ഞാൻ നേരത്തെ നിന്നെ കണ്ടപ്പോ നല്ല ഭംഗിണ്ടായിരുന്നു, ഇപ്പൊ ഭംഗിയില്ല, നിന്നെ എനിക്ക് വേണ്ട. അപ്പൊ ആദ്യത്തും പോയി, അർത്ഥാന്തം പോയി, കടിച്ചതും പോയി, പിടിച്ചതും പോയി എന്ന് പറയില്ലേ, അതേ രൂപത്തിന്. അതിന്റെ ഒക്കെ കാരണം എന്താ? അല്ലാഹു തആല സ്വീകരിക്കേണ്ട രൂപത്തിൽ ഭംഗി സ്വീകരിക്കാൻ വേണ്ടി പറഞ്ഞപ്പോ അത് സ്വീകരിക്കാത്തതുകൊണ്ട് ആ ഭംഗി നല്ലോണം മറച്ച് നടന്ന് അല്ലാഹുവിങ്കൽ സ്വീകാര്യത കിട്ടിയ മഹദിയാണ് ബഹുമാനപ്പെട്ട സയ്യിദത്തുന ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു അൻഹ. അവരൊരു ബഹുമാനം, ഒരു തഖ്വ എത്രയാണ് സഹോദരിമാരെ. ചുരുങ്ങിയ വയസ്സ് മാത്രം ജീവിച്ച് വഫാത്തായി പോകുന്ന ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ, അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായ ശേഷം 6 മാസം മാത്രം ജീവിച്ച മഹദി, ആ 6 മാസത്തിൽ ആകെ ഒറ്റ പ്രാവശ്യമാണ് ചിരിച്ചത്. അല്ലാതെ ചിരിച്ചിട്ടില്ല, ഒരു തവണ മാത്രമാണ് ചിരിച്ചത്. തങ്ങൾ വഫാത്തായതിനു ശേഷം പിന്നെ ഉപ്പാന്റെ അടുത്തേക്ക് ആദ്യം പോകാനുള്ള ആള് ഞാനാണ് എന്നുള്ള റിസൾട്ട് നേരത്തെ ഉപ്പ പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരുക്കമാണ്, എന്നും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കൽ മാത്രം ചിരിച്ചു, അതെപ്പോഴാണ്? ബഹുമാനപ്പെട്ട അസ്മാ ബീവി റളിയല്ലാഹു അൻഹാ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ കാണാൻ വേണ്ടി വന്നു. അസ്മാ ബീവി ചോദിച്ചു, എന്താ മുഖത്തൊരു വിഷമം, വലിയൊരു ടെൻഷൻ കൂടിയതുപോലെ ഉണ്ടല്ലോ? ഒന്നുമല്ല, നിങ്ങൾ ഇവിടെ ഇരിക്കൂ, ഞാനൊന്ന് പറയട്ടെ. നമ്മളെ നാട്ടിലുള്ള ആളുകൾ കുളിപ്പിക്കുന്ന, മയ്യത്ത് കുളിപ്പിക്കുന്ന രൂപം ആലോചിക്കുമ്പോൾ എനിക്ക് വിഷമം വരികയാണ്. എന്താണ് അവർ മയ്യത്ത് കുളിപ്പിക്കുന്ന രൂപം? അത് അപ്പുറത്തും ഇപ്പുറത്തുമുള്ള ആളുകള് മറ സ്വീകരിക്കാത്തത് കൊണ്ട് കണ്ടുപോകുമോ എന്ന സങ്കടമാണ്. അപ്പോഴാണ് അസ്മാ റളിയല്ലാഹു അൻഹ പറയുന്നത്, പേടിക്കേണ്ടതില്ല, ഞാനിപ്പോ ഹബശയിൽ പോയപ്പോ, എത്യോപ്യയിൽ പോയപ്പോ ഹബശികൾ ഒരു മയ്യത്ത് കട്ടിൽ നിർമ്മിച്ചത് കണ്ടു. ആ മയ്യത്ത് കട്ടിലിന്റെ രൂപം പറഞ്ഞപ്പോ അപ്പോഴാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ ചിരിച്ചത്. ചിരിച്ചിട്ട് പറഞ്ഞു, അസ്മാ, ഞാൻ മരിച്ചാൽ
ആ മറവുള്ള രൂപത്തിലുള്ള മയ്യത്ത് കെട്ടിൽ ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ ഹബശയിൽ പോയി കൊണ്ടുവന്നിട്ട് എന്റെ ജനാസ കുളിപ്പിക്കണേ. നിങ്ങളും അലി റളിയല്ലാഹു അൻഹുമല്ലാതെ മറ്റൊരാൾക്കും അനുവാദം കൊടുത്തുകൂടാ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വഫാത്തായപ്പോ മയ്യത്ത് കുളിപ്പിക്കൽ കർമ്മം നടക്കുമ്പോ ആയിഷ റളിയല്ലാഹു അൻഹ വന്നു. സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, ആയിഷ പെർമിഷൻ ഇല്ല. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ഓർഡറാണ്, നേരത്തെയുള്ള വസിയ്യത്താണ്. രണ്ടാളുകൾക്ക് മാത്രമാണ് സമ്മതം കൊടുത്തത്. കുളിപ്പിക്കൽ കർമ്മം നടത്താൻ അസ്മാ ബീവിക്കും സഹായത്തിന് അലി റളിയല്ലാഹു അൻഹുവിനും. മൂന്നാമത്തൊരാൾക്ക് അങ്ങോട്ട് പെർമിഷൻ ഇല്ല. ആരും കാണാത്ത രൂപത്തിലുള്ള ഒരു കട്ടിലിൽ കുളിപ്പിക്കുന്നത് ആദ്യം ആരംഭിക്കുന്നത് മദീനയില് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ജനാസ കുളിപ്പിക്കാനാണ്, മയ്യത്ത് കുളിപ്പിക്കാനാണ്. തൊട്ടു തലേന്നല്ലേ അലി റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞത്, അലി ഞാൻ രാവിലെ മരിച്ചാലും വൈകിട്ട് മരിച്ചാലും രാത്രിയെ എന്നെ മറവ് ചെയ്യാവൂ. സുബ്ഹിന്റെ ശേഷമാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ വഫാത്തായത്. തടിച്ചുകൂടിയ ജനാവലിയോട് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇവിടെ നിന്നിട്ട് നേരം കളയണ്ട, മഗ്രിബ് ആകുമ്പോ എല്ലാവരും നിസ്കാരത്തിന് മദീന പള്ളിയിൽ വന്നോളൂ. മഗ്രിബിന്റെ ശേഷമേ ജനാസ എടുക്കൂ. എന്തിനാന്നറിയോ അങ്ങനെ പറഞ്ഞത്? അന്നുള്ള മയ്യത്ത് കട്ടില് സഹോദരങ്ങളെ ഒരു പലകയാണ്. ആ പലകക്ക് അടിയിൽ 4 കാലുണ്ട്, 4 തൂണുണ്ട്, 4 ആളെ തോളിൽ വെക്കാന്. പക്ഷേ മുകളിൽ നമ്മുടെ നാട്ടിലെ മയ്യത്ത് കട്ടില് പോലെ കൂടോ മറയോ ഒന്നുമില്ല. ഈ കിടക്കുന്ന പലകയുടെ മുകളിൽ ജനാസ കടത്തിയിട്ട് അതിന്റെ മേലെ ഒരു വിരിയിട്ട് മൂടും. എന്നാലും കാറ്റടിക്കുമ്പോ വിരി ഇങ്ങനെ കൂടിപ്പോകൂലേ? എന്റെ ശരീരത്തിന്റെ ആകൃതി ജനങ്ങൾ കണ്ടുപോകൂലേ? രാത്രിയാകുമ്പോ എല്ലാവരും വെളിച്ചം കാണാത്ത കൊണ്ട് മുന്നിലേക്കല്ലേ നോക്കുക, എന്റെ ശരീരത്തിലേക്ക് ആളുകൾ നോക്കൂലല്ലോ. ഇങ്ങനെ സൂക്ഷ്മതയോടെ ജീവിച്ചതാരാണ്? ലോകത്തെ ഏറ്റവും വലിയ സൗന്ദര്യമുള്ള മഹദി ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയാണ്. അതേ മറവ് അല്ലാഹു തആല അംഗീകരിച്ചിട്ട് നാളെ ആഖിറത്തിലും ഫാത്തിമ ബീവിക്കൊരു പ്രത്യേകത അല്ലാഹു കൊടുക്കുന്നുണ്ട്. ഹദീസിൽ കാണാം, ഫാത്തിമ റളിയല്ലാഹു അൻഹ പാലം കടക്കുന്നത് ഒറ്റക്കാട്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ സിറാത്തിന്റെ അടുത്തെത്തുമ്പോ മലക്കുകൾ വിളിച്ചു പറയുന്നൊരു സന്ദേശമുണ്ട്, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഉള്ളൂ അബ്സാറക്കും, ഒന്ന് കണ്ണ് ചിമ്മണേ, ലി ഫാത്തിമ ബിനത്തി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് വേണ്ടി അവരൊന്ന് പാലം കടക്കട്ടെ, എന്നിട്ട് കണ്ണ് തുറക്കാം. അത്ര വലിയ മറവോടെ ജീവിച്ച, അത്ര വലിയ ഭക്തിയോടെ ജീവിച്ചപ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ദുനിയാവിൽ വെച്ച് അല്ലാഹു സ്ഥാനം നൽകിയതുപോലെ നാളെ കോടിക്കണക്കിന് ആളുകളെ മുഴുവനും കണ്ണു ചിമ്മാൻ പറഞ്ഞിട്ട് സൗന്ദര്യത്തിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന സ്വർഗത്തിലെ നായികയായ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ എല്ലാവരും പോകുന്ന കൂട്ടത്തിലല്ല സിറാത്തിലൂടെ കൊണ്ടുപോകുന്നത്. ഒറ്റക്ക് മലക്കുകൾ അകമ്പടി സേവിച്ചുകൊണ്ട് സലാം പറഞ്ഞു കൊണ്ടുപോവുകയാണ്, മർഹബ പറഞ്ഞു കൊണ്ടുപോവുകയാണ്. അപ്പുറത്തും ഇപ്പുറത്തും പുരുഷന്മാരുണ്ടോ? ഇല്ല. കണ്ടു നിൽക്കുന്നവരുണ്ടോ? ഇല്ല. എത്രമാത്രം വലിയ ബഹുമാനമാ! അതുകൊണ്ട് സഹോദരിമാരെ, മറ്റുള്ളവരെ ആകർഷിക്കുന്ന സ്ഥലങ്ങളിൽ തടിച്ചുകൂടണ്ട. ആരെങ്കിലും എന്റെ ശരീരം കണ്ടിട്ട് വില പറയണമെന്ന് ചിന്തിക്കണ്ട. എനിക്ക് വിവാഹപ്രായമെത്തിയിട്ടുണ്ട്, ആരെങ്കിലും നോട്ടമിടട്ടെ എന്ന് ചിന്ത നിലക്ക് കല്യാണത്തിലോ മറ്റു സ്ഥലങ്ങളിലോ തടിച്ചുകൂടണ്ട. കല്യാണപ്പൊരേന്ന് ആരെങ്കിലും നോക്കിയിട്ട് ഈ പെണ്ണിനെ കെട്ടിക്കാറായോ എന്ന് ചോദിക്കുന്നത് വരെ എവിടെ കാത്തു കഴിഞ്ഞുകൂടണ്ട. നിങ്ങൾ വന്ന ഉദ്ദേശം സൽക്കാരം സ്വീകരിക്കാനല്ലേ? സ്വീകരിച്ചുകൊണ്ട് നിങ്ങളെ കൂട്ടുകാരിയോട് വർത്തമാനം പറഞ്ഞ് പെട്ടെന്ന് തടി സലാമത്തായിക്കോ. വരുന്ന ആണിനെ നോക്കൽ നിങ്ങൾക്ക് അനുവദനീയമല്ല. അതിനുവേണ്ടിയും തടിച്ചുകൂടേണ്ടതില്ല.
അങ്ങാടിയിലോ മറ്റോ ഷോപ്പിങ്ങിനോ മറ്റോ പോകുന്നവര് നിർബന്ധിതമായ രൂപത്തിൽ പോകുന്നവരാണെങ്കിൽ കൃത്യം നിർവഹിച്ച് പെട്ടെന്ന് മടങ്ങിക്കോ. അവിടെയും സമയം പാർത്തു കഴിയണ്ട. മറ്റുള്ളവരെ ആകർഷിപ്പിക്കുന്ന ഒരു സ്വഭാവവും സ്വീകരിക്കണ്ട. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ഇത്ര വലിയ സൗന്ദര്യം അല്ലാഹു കൊടുത്തിട്ടും അതിനൊരു ചാൻസ് പോലും ഉപയോഗിച്ചില്ല. അങ്ങനെ ഒരു അവസരത്തിന് പോലും ഫാത്തിമ റളിയല്ലാഹു അൻഹ നബി തങ്ങളോട് സമ്മതം ചോദിച്ചില്ല. മാത്രമല്ല, ഏറ്റവും നല്ലത് എന്താണ് എന്ന് സഹോദരിമാർക്ക് ഏറ്റവും നല്ലത് എന്താണ് എന്ന് സ്വഹാബിമാരോട് തങ്ങൾ ചോദിച്ചപ്പോ ഉത്തരം പറയാൻ ആരും ഒരുക്കമാകാതെ വീട്ടിൽ പോയി തിരിച്ചു വന്നപ്പോ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഏറ്റവും നല്ല ഉത്തരം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പഠിച്ചിട്ടുണ്ട്. എന്താണ് പറയൂ? ഒരു സഹോദരിക്ക് ദുനിയാവിൽ വെച്ച് ഏറ്റവും നല്ല ഖൈർ എന്താണ്? ആ സഹോദരി മറ്റുള്ള അന്യപുരുഷന്മാരെ കാണാതിരിക്കലും അന്യപുരുഷന്മാർ ആ സഹോദരിയെ കാണാതിരിക്കലുമാണ്. അലി റളിയല്ലാഹു അൻഹുവോട് തങ്ങൾ ചോദിച്ചു, ഈ ഉത്തരം എവിടുന്നാ കിട്ടിയത്? നേരത്തെ ഞാൻ ചോദിച്ചപ്പോ നിങ്ങൾ ക്ലാസ്സിലുണ്ട്, അപ്പൊ ഉത്തരം പറഞ്ഞിട്ടില്ലല്ലോ. ഇത് ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു തന്നതാണ്. എങ്ങനെ പറയാതിരിക്കും? ഫാത്തിമത്തു ബളഅത്തും മിന്നീ, ഫാത്തിമ റളിയല്ലാഹു അൻഹ എന്റെ ഒരു ഭാഗമല്ലേ, അതുകൊണ്ട് ഇത്തരത്തിൽ ഉത്തരം വരുമെന്ന് ഉറപ്പാണല്ലോ. അതാണ് ഏറ്റവും വലിയ ഖൈർ. എല്ലാരും കണ്ട് പരിചയമുള്ള പെണ്ണ് എന്നല്ല പറഞ്ഞത്, അന്യപുരുഷന്മാരാരും കാണാത്ത രൂപത്തിൽ ജീവിച്ച, മറവോടെ ജീവിച്ച മുത്തഖിയായ പെണ്ണ്, മറ്റുള്ളവർ കാണട്ടെ എന്ന് കരുതിയിട്ട് പുറത്തിറങ്ങി നടക്കാത്ത രൂപത്തിൽ ജീവിച്ച പെണ്ണ്, അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം പുറത്തിറങ്ങി പോകുന്ന യുവതികൾ. നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം, നല്ലോണം സൂക്ഷിക്കണം. നമ്മുടെ സഹോദരിമാരെയും സഹോദരങ്ങളെയും അവരെ യുവത്വത്തിന്റെ മികവിലും പ്രസരിപ്പിലും നല്ല രൂപത്തിൽ വളരാനുള്ള ചാൻസുകൾ കൊടുത്ത് വളർത്തി നന്നാക്കിയെടുക്കണം. അള്ളാഹു നമ്മുടെ സദസ്സ് സ്വീകരിക്കുമാറാകട്ടെ. പടച്ച റബ്ബിനെ പേടിച്ചുകൊണ്ട് ജീവിക്കണം. എല്ലാവരും, ചെറിയവരും വലിയവരും അള്ളാഹുവിനെ പേടിച്ച് വമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ, റബ്ബിന്റെ മുന്നിൽ പോയി നിൽക്കേണ്ടവരാണ് എന്ന ഉത്തമ ബോധത്തോടെ ആ ഒരു മഖാമു റബ്ബിഹി, ഹിസാബ് പറയേണ്ട മഖാമ്, നമ്മൾ തന്നെ എഴുതിയ കിതാബ് വായിക്കുന്ന മഖാം. വേറെ ആരും എഴുതിയ കിതാബല്ല, നമ്മൾ എഴുതിയൊരു കിതാബുണ്ട്. ഇഖ്റ കിതാബക്, നീ എഴുതിയ കിതാബില്ല, അതൊന്ന് വായിക്കൂന്ന് പറയും. നമ്മൾ സ്വന്തം എഴുതിയത് ഈ വിരല് പേനയാക്കി പിടിച്ച് എഴുതിയൊരു കിതാബുണ്ട്. ആ കിതാബ് വായിക്കാൻ പറയും എല്ലാരോടും. കഫാ ബിനഫ്സിക ലൗമ അലൈക ഹസീബ, നിനക്ക് വിചാരണ നടത്താൻ നീ എഴുതിയത് തന്നെ മതി. മലക്കുകൾ എഴുതിയതൊക്കെ അവിടെ നിൽക്കട്ടെ, ആദ്യം നീ എഴുതിയതൊന്ന് വായിക്കും. അപ്പൊ സന്തോഷമുള്ളത് വായിക്കണം. സന്തോഷിക്കാൻ പറ്റാത്തതൊക്കെ വായിക്കാൻ പറ്റാത്ത രൂപത്തിൽ മായ്ച്ചു കളഞ്ഞ രൂപത്തിലാകണം. മുഅ്മിനായ മനുഷ്യൻ ചോദിക്കും, പഠിച്ചോനെ ഇവിടെ വായിക്കാൻ കിട്ടാത്ത കുറെ ഉണ്ടല്ലോ. ഹദീസിൽ കാണാം, വായിക്കാൻ കിട്ടാത്ത കുറെ ഉണ്ടല്ലോ. അങ്ങനെ ഉണ്ടല്ലോ, ചിലത് വായിക്കാൻ കിട്ടൂല. ഇങ്ങനെ അക്ഷരങ്ങൾ ഉണ്ടാകും, വായിക്കാനാണെങ്കിൽ അക്ഷരം തിരിയുന്നില്ല. അല്ലാഹു തആല പറയും, അതെന്താണെന്നറിയോ? അത് നിന്നിൽ നിന്ന് സംഭവിച്ച തെറ്റുകുറ്റങ്ങളാണ്. പക്ഷേ നീ മാപ്പ് ചെയ്ത് നന്നായതുകൊണ്ട്, ഉത്തമ ബോധത്തോടെ മാറിയതുകൊണ്ട്, മറ്റുള്ളവർ കാണാതെയാണ് നീ അത് ചെയ്തതെങ്കിലും ഇവിടെ ആരെ മുന്നിലും വെളിവാക്കാതെ ഞാനത് മായ്ച്ചു കളഞ്ഞതാണ്. അർഹമുർ റഹീമീനായ റബ്ബ് അവന്റെ റഹ്മത്ത് കൊണ്ട് നമ്മളെ തെറ്റുകളൊക്കെ അല്ലാഹു മായ്ച്ചു തരട്ടെ. അള്ളാഹുവിന്റെ അടുക്കലല്ലേ മായ്ക്കുന്ന ഗ്രന്ഥങ്ങളും മറ്റൊക്കെ ഉള്ളത്. അള്ളാഹു ഇത് മായ്ച്ചു തരുമാറാകട്ടെ. നല്ല നിലക്ക് അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കാനുള്ള കഴിവ് അള്ളാഹു നമുക്ക് ഏറ്റിത്തരട്ടെ. സൗകര്യങ്ങളും സംവിധാനങ്ങളൊക്കെ വരുമ്പോ പേടി കുറഞ്ഞു പോകും. ജീവിക്കാനൊക്കെ ആയല്ലോ, സുഖത്തോടെ നടക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ആയല്ലോ, നിങ്ങൾ ചിന്തിക്കരുത്. പടച്ച റബ്ബിനെ പേടിക്കണം. എത്ര സൗകര്യങ്ങൾ കൂടിയാലും, എത്ര സംവിധാനങ്ങൾ കൂടിയാലും അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു ഭക്തി അത് മുഅ്മിനായ മനുഷ്യന് എപ്പോഴും ഉണ്ടാകേണ്ട ഒന്നാണ്. പേടി ഉണ്ടാകേണ്ടത്. ആ പേടിയുടെ അടയാളം എന്താണ്? വനഹൻ നഫ്സ അനിൽ ഹവാ, വനഹൻ നഫ്സ അനിൽ ഹവാ, സ്വന്തം ശരീരത്തെ അനാവശ്യങ്ങളിൽ നിന്ന് അകറ്റി നിർത്തി, തടഞ്ഞു നിർത്തി. ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ, സ്വർഗം അവന്റെ വാസസ്ഥലമാണ്. സ്വർഗം
സ്വർഗം ആർക്കാണെന്ന് പറഞ്ഞപ്പോഴും അല്ല പറഞ്ഞ ഉത്തരം എങ്ങനെയാണ്? ദാലിക ലിമൻ ഖശിയ റബ്ബാ. ആർക്കാണ് സ്വർഗം? ഈ സംവിധാനങ്ങളൊക്കെ ഉള്ള സ്വർഗാർക്കാണ്? പടച്ചോനെ പേടിച്ച് ജീവിച്ചവർക്കാണ് എന്നല്ലേ ഉത്തരം പറഞ്ഞത്? ഒറ്റ വാക്കിൽ പറഞ്ഞ ഉത്തരം അതല്ലേ? അള്ളാനെ പേടിയുണ്ട് എന്നുള്ളതിന് തെളിവാണത്. അസാൻമാർഗിക മാർഗങ്ങളിലേക്കൊന്നും പോകാതെ നമ്മുടെ ശരീരത്തെയും നമ്മുടെ യുവത്വത്തെയും നമ്മുടെ ആയുഷ്കാലത്തെയും നല്ല രൂപത്തിൽ രക്ഷിച്ചു മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കഴിവ് അല്ലാഹു നമുക്ക് ഏറ്റിത്തരട്ടെ. മഹാന്മാരുടെ പേടി കണ്ടിട്ടില്ലേ? എത്രമാത്രം വലിയ പേടിയാണ് അവര്. ബഹുമാനപ്പെട്ട മൻസൂർ ബിൻ അമ്മാർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരു രാത്രിയിൽ ഞാൻ പുറത്തിറങ്ങി ഞാൻ അങ്ങനെ നടക്കാൻ ആഗ്രഹിച്ചു. ഞാൻ അങ്ങനെ നടന്ന് സുബ്ഹിയായി പോയി. സുബ്ഹിയായപ്പോൾ ഒരു ചെറിയ വീട് കണ്ടു. ആ വീട്ടിന്റെ ഉള്ളിൽ ഒരു ചെറുപ്പക്കാരൻ കരയുന്ന ശബ്ദം കേട്ടു. ആ ചെറുപ്പക്കാരൻ വീട്ടിന്റെ ഉള്ളിൽ വെച്ച് പറയുന്നുണ്ട്, വഇസ്സതിക വജലാലിക മാ അറത്തു ബിമഅസിയതി ഇയാക ബിമുഖാലഫതിക. അല്ലാഹുവേ, ഞാൻ തെറ്റ് ചെയ്തതുകൊണ്ട് നിന്നോട് എതിർക്കലൊന്നും എന്റെ ലക്ഷ്യമല്ല. ഞാൻ തെറ്റ് ചെയ്തു പോയി. വമാ അന ബികലാമിക ജാഹിലുൻ. നിന്റെ കലാം ഞാൻ അറിയാത്തവനല്ല. തെറ്റ് ചെയ്യരുത് എന്ന് നീ പറഞ്ഞത് എനിക്ക് നിശ്ചയമില്ലാത്തത് കൊണ്ടല്ല. വലാലി ഉഖൂബതിക മുതഅർരിദുൻ. നിന്റെ ശിക്ഷയിലേക്ക് സന്നദ്ധമായി കൊണ്ട് ചെയ്ത തെറ്റുമല്ല. റബ്ബേ, വലാ ബിനദ്രിക മുസ്തഖിഫിൻ. നിന്റെ നോട്ടം ഉണ്ടെന്ന് ഉള്ള തീരുമാനം അവഗണിച്ചുകൊണ്ട് ചെയ്തതും അല്ല. പിന്നെയോ വലാകിൻ സവ്വലത് ലീ നഫ്സി. എന്റെ ശരീരം എനിക്ക് അങ്ങനെ തോന്നിപ്പിച്ചു പോയി. വഗലബത്നി ശഖ്വതി. എന്റെ പരാജയം എന്നെ മറികടന്നു പോയി അല്ലാഹ്. അതുകൊണ്ട് നിന്റെ അദാബിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തുന്നതാരാണ്? നീ അല്ലാതെ രക്ഷപ്പെടുത്താൻ മറ്റാരുമില്ലല്ലോ. സുബ്ഹി നിസ്കാരം കഴിഞ്ഞൊരു ചെറുപ്പക്കാരൻ കരഞ്ഞു പറയുന്നത് മൻസൂർ ബിൻ അമ്മാർ റളിയല്ലാഹു അൻഹു കേട്ടപ്പോ നീണ്ട ദുആ നടത്തുന്ന സമയത്ത് മഹാനവറുകൾ പറയാണ്, ഞാനൊരൊറ്റ ആയത്ത് അയാളെ വീട്ടിന്റെ ഇപ്പുറത്ത് നിന്നുകൊണ്ട് ഞാനങ്ങ് ഓതിപ്പോയി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹാ അന്നാസു വൽ ഹിജാറത്തു അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദ് ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫഅലൂന മാ യുഅ്മറൂൻ. ഈ ആയത്ത് ഞാൻ ഒറ്റ തവണ ഓതി കേൾപ്പിച്ചപ്പോ വല്ലാതൊരൊച്ചപ്പാട് ഞാൻ ആ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് കേട്ടൊരു ഭയങ്കര ശബ്ദം കേട്ടു. ഞാൻ എന്റെ ആവശ്യത്തിന് വേണ്ടി അത് വഴിക്ക് പോയി. തിരിച്ച് ഞാൻ വരുമ്പോൾ ജനങ്ങൾ ആ വീട്ടുമുറ്റത്ത് തടിച്ചു കൂടിയിട്ടുണ്ട്. ഒരു വൃദ്ധയായ പെണ്ണ് വീട്ടിന്റെ മുന്നിലേക്ക് വരുന്നു, ഉള്ളിലേക്ക് പോകുന്നു, മുന്നിലേക്ക് വരുന്നു, മുന്നിലേക്കും ഉള്ളിലേക്കും അങ്ങനെ പോയി മടങ്ങുന്ന ഒരു വൃദ്ധയായ പെണ്ണിനെ കണ്ടപ്പോ ഞാൻ ചോദിച്ചു, ആരാണ് ഇവിടെ മരിച്ചത്? ആ പെണ്ണ് പറഞ്ഞു, എന്റെ വിഷമം നിങ്ങൾ എന്നോട് ആവർത്തിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും ചോദിച്ച് വിഷമിപ്പിക്കരുത്. ഞാൻ പരിചയമില്ലാത്ത ഒരാളാണ്. ആരാണ് മരിച്ചത്? പെണ്ണ് പറഞ്ഞു, ഹാദാ വലദീ, എന്റെ മോനാണ് മരിച്ചത്. ഇന്നലെ രാത്രി അഥവാ നേരം വെളുക്കുമ്പോ സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോ ഏതോ ഒരാള് എന്റെ വീട്ടിന്റെ അടുത്ത് നിന്നൊരായത്തോതി പോയി. ആ ആയത്തിന്റെ അർത്ഥം ചിന്തിച്ച് പേടി ഊക്കുകൂടിയിട്ട് ഒറ്റയടിക്കങ്ങ് മരിച്ചുപോയി. മൻസൂർ ബിൻ അമ്മാർ റളിയല്ലാഹു അൻഹു പറയാണ്, ഹകദാ വല്ലാഹി സിഫത്തുൽ ഖായിഫീൻ. പടച്ചോനെ പേടിക്കുന്ന ആളുകളുടെ രൂപം അങ്ങനെയാണ്. അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അല്ലാഹു ജല്ല ജലാലുഹു അവനെ ഭയപ്പെട്ട് അവന്റെ മാർഗത്തിലായി തഖ്വയിലായി ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ മജ്ലിസ് അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. നീട്ടിക്കൊണ്ടുപോകുന്നില്ല. 11 മണിക്കൊന്നും സമാപിക്കുന്ന മജ്ലിസാണ്. അരമണിക്കൂർ കൂടി ഇങ്ങോട്ടായി. ഞാൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ടാണ്. വണ്ടി ലേറ്റ് ആയത് എന്ന് പറയണ്ട, ഞാനും ലേറ്റ് ആയതാണ്. വണ്ടി കുറച്ചു നേരം ലേറ്റ് ആയിട്ടുണ്ട്. അപ്പൊ പിന്നെ നമ്മൾ ലേറ്റ് ആവും, സ്വാഭാവികമാണ്. ഇവിടെ കൊണ്ടുവന്ന വണ്ടിക്കാരൻ ലേറ്റ് ആക്കിയതല്ലോ. അയാൾ നല്ല സ്പീഡിൽ തന്നെ വന്നിട്ടുണ്ട്. അല്ലാഹു അയാൾക്ക് ബർക്കത്ത് കൊടുക്കട്ടെ. അതുകൊണ്ട് എല്ലാവരും നല്ലോണം ശ്രദ്ധിച്ച് സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം. നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ചെറുപ്പക്കാരുണ്ട്, ഈ മജ്ലിസിലുണ്ട്.
കല്യാണം കഴിക്കാറായ ചെറുപ്പക്കാർ അള്ളാഹു അവർക്ക് നല്ല ഇണകളെ കൊടുക്കുമാറാകട്ടെ. യുവാക്കൾക്ക് പെട്ടെന്ന് വിവാഹം ശരിയായി കൊടുക്കണം. നേരം വൈകിക്കാൻ പാടില്ല. വൈകാൻ വേണ്ടോ? സമയമായാലും ഉടനെ നിർവഹിക്കേണ്ട 5 കാര്യങ്ങളെ കൂട്ടത്തിൽ മഹാന്മാർ എണ്ണി പറഞ്ഞ 3ാമത്തെ 4ാമത്തെ കാര്യമാണ് പ്രായപൂർത്തിയും പക്വത എത്തിയാൽ പെട്ടെന്ന് കെട്ടിച്ചേക്കണം. പെൺകുട്ടികളെ മാത്രല്ല, അങ്ങനെ മനസ്സിലാക്കിയില്ലേ? അത് 18 ആയാൽ 19 കാത്തിരിക്കില്ല, 18 കെട്ടിച്ചോടും. ചെറുപ്പക്കാരൊക്കെ പുര നിറഞ്ഞു നിൽക്കും. 25, 26, 27, 28, 30, 35, 40 ഇനി എപ്പോഴാ കല്യാണം? അതുകൊണ്ട് എല്ലാവർക്കും പെട്ടെന്ന് കല്യാണങ്ങൾ ശരിയായി കൊടുക്കണം. ഉസ്താദെ അതിന് നല്ല ജോലി വേണ്ട. ജോലി അത്യാവശ്യം ചെറിയ ജോലിയൊക്കെ മതി, പിന്നീട് ജോലിയൊക്കെ റെഡിയാക്കും. അല്ല ഉസ്താദെ, ജീവിക്കാൻ ഇപ്പൊ അങ്ങനൊന്നും മതിയാകൂല. ഒരു 50,000 മാസം 80,000, 80,000, 900 ശമ്പളം കിട്ടുന്ന ജോലി വേണം. അങ്ങനൊക്കെ ഒരാളങ്ങനെ കാത്തു നിന്നുണ്ടെങ്കിൽ 35, 40 ആകും. അപ്പൊ പിന്നെ 2, 3 കുട്ടികളാകുമ്പോഴേക്ക് അയാൾ അവശനായി പോകും. പിന്നെ വാപ്പാർക്കും ഉമ്മാർക്കും ഈ പേരക്കുട്ടികളെ നോക്കാനുള്ള തൗഫീഖ് ഉണ്ടാകൂല. അതൊക്കെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നേരത്തെ പക്വതയും പ്രായം എത്തുമ്പോ നമ്മളെ കയ്യിൽ നിന്ന് കുറച്ച് കാശ് രക്ഷിതാക്കൾ എടുത്തിട്ടാണെങ്കിലും കുഴപ്പമില്ല. പിന്നെന്തിനാ നമ്മളെ കയ്യിലുള്ള കാശ് എന്തിനാ? പണയം വെച്ച് പോകാനാ? അത് ഇതിനൊക്കെ ഉള്ളതാണ്. ഒരു ബാപ്പ ഒരു മകന് വേണ്ടിയുള്ള മഹറൊക്കെ വാങ്ങിക്കൊടുക്ക 10 പവന്. അങ്ങനെ നാട്ടിലുണ്ടായ ആൾ മാതൃകായോഗ്യനായ വാപ്പായിരിക്കും അല്ലെ? അല്ലാ, മതി. ഒരു ദിവസം ഒരു മുസാഫാത്ത് മതി. അല്ലാഹു തആല നല്ല ബർക്കത്തുള്ള മജ്ലിസായി സ്വീകരിക്കട്ടെ. ബാക്കിയുള്ള മുസാഫാത്തൊക്കെ ഇൻഷാ അല്ലാഹ് നാളെ മറ്റന്നാൾ നടക്കും. അപ്പൊ കൂട്ടത്തിലൊന്ന് പറഞ്ഞതാണ്, സമയമായാൽ ഉടനെ നിസ്കരിക്കണം എന്നല്ലേ കൂട്ടത്തിലൊന്ന്. അതേപോലത്തെ ഒന്നാണ് പ്രായവും പക്വതയും എത്തിയാൽ ഉടനെ കല്യാണം കഴിച്ചു. അലി റളിയല്ലാഹു അൻഹു എപ്പോഴാണ് കല്യാണം കഴിച്ച്? വയസ്സ് 21. അന്ന് ഒരു പൈസയും കയ്യിലില്ല. അല്ലല്ല, ഒരു കാശുമില്ല കയ്യില്. മഹറിന് പോലും കയ്യിൽ കാശില്ല എന്ന് പറഞ്ഞു നബിസല്ലല്ലാഹു. തങ്ങൾ എന്ത് പറഞ്ഞു? അമ്മോശങ്കാക്കല്ലേ എന്ത് പറഞ്ഞു? ഞാനൊരു ഒട്ടകം തരാം. നമ്മളെ മകളെ കല്യാണം കഴിക്കാൻ വരുന്ന പുതിയാപ്പിളക്ക് കുറച്ച് പൈസ കൊടുക്കുക, മഹർ വാങ്ങാൻ, അല്ലെങ്കിൽ സഹായം ചെയ്തു കൊടുക്കും. അതൊന്നും വേണ്ട, രക്ഷിതാക്കളുടെ കയ്യിൽ പണല്ലേ. ആ പണം എന്തിനാ? ആണ്ടിനും അതുപോലെ തന്നെ 40-നും 25-നും 15-നും വേണ്ടി കെട്ടിച്ചതാ. മക്കളെ സന്തോഷിപ്പിക്കാൻ, അവരെ കാര്യങ്ങൾ ഏറ്റെടുക്കാനാണ്. തങ്ങൾ ഒരു വാഹനം കൊടുത്തു, ഒരു ഒട്ടകം. ഈ ഒട്ടകം ഉപയോഗിച്ചിട്ട് വലീമത്തിനും മഹറിനൊക്കെ ഉള്ള ചെലവുണ്ടാക്കിയുള്ളൂ എന്ന് പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹു ഒരാളെയും കൂട്ടി, കെട്ടുകഥ പറയല്ല, ഇമാം ബുഖാരി തങ്ങളുടെ സ്വഹീഹുൽ ഹദീസാ, മദീനയുടെ കുന്നിന്റെ മുകളിൽ പോയി പുല്ലെരിഞ്ഞു. നീളമുള്ള പുല്ല്. ആ പുല്ലെരിഞ്ഞ് മദീന മാർക്കറ്റിൽ കൊണ്ടുവന്ന് വിറ്റ്, അങ്ങനെയാണ് മഹറിനും കല്യാണ ചെലവിനുള്ള വകുപ്പുണ്ടാക്കിയത്. അല്ല, മാസാ 5000 ദിർഹം ശമ്പളം കിട്ടിയിട്ട് കല്യാണം കഴിച്ചത്. ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹയ്ക്ക് വയസ്സ് 18. അങ്ങനെ നേരത്തെ തന്നെ കല്യാണം കഴിച്ചു വിടണം. അത് ഷർറിന്റെ ഭാവികൾ അടക്കാനുള്ള വലിയൊരു മാർഗമാണ്. അല്ലെങ്കിൽ 30 വയസ്സ് വരെ ആകുമ്പോൾ ഒരു ചെറുപ്പക്കാരന് 21 മുതൽ 30 വരെയുള്ള 9 നീണ്ട കാലം വിവാഹത്തിന്റെ എല്ലാ ആസ്വാദനങ്ങളും അവിഹിതമായ മാർഗത്തിലൂടെ ചെലവഴിച്ചു പോയാൽ പിന്നെ ജീവിതത്തിനോടൊക്കെ ഒരു മടുപ്പേ ഉണ്ടാവുള്ളൂ. പിന്നെ ഒരു താല്പര്യമൊന്നും ഉണ്ടാകൂല. പിന്നെ ബാക്കിയുള്ളവർക്ക് വേണ്ടി ഒരു പെണ്ണ് കെട്ടൽ എന്നേ വരുള്ളൂ. അങ്ങനെ വരാൻ പാടില്ല, തെറ്റിപ്പോകാൻ പാടില്ല. നല്ല സമയത്ത് ഇണകളെ ചേർത്തി കൊടുക്കണം. ഒരുപാട് ചെറുപ്പക്കാരുണ്ട് നമ്മളെ മജ്ലിസിൽ. അല്ലാഹു തആല എല്ലാവർക്കും നല്ല ഇണകളെ നൽകുമാറാകട്ടെ. സ്വാലിഹാത്തുകളായ ഇണകളെ നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.